السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. اللهم احفظنا بالإسلام قائمين، واحفظنا بالإسلام قاعدين، واحفظنا بالإسلام راقدين، ولا تشمت بنا عدوا ولا حاسدا. اللهم إنا نسألك من كل خير خزائنه بيدك، ونعوذ بك من كل شر خزائنه بيدك. أما بعد. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഏറ്റവും ഉത്തമമായ പേരുകളിൽ ഇന്ന് നമ്മൾ ആദ്യം വിശദീകരിക്കുന്നത് അൽ മുഖദ്ദിം, അൽ മുഅഖിർ എന്നീ രണ്ട് പേരുകളാണ്. പരിശുദ്ധ ഖുർആനിൽ ഈ പേരുകൾ പരാമർശിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ഈ പേര് വന്നതായി നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ദുആഇനെ കുറിച്ചുള്ള ഹദീസുകളിൽ നമുക്ക് ഈ പേര് കാണാം. അത്തഹിയാത്തിൽ നമ്മൾ അതിനുശേഷം ചൊല്ലാറുള്ള അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ ഇത് വന്നിട്ടുണ്ട്. അതുപോലെ മറ്റൊരു പ്രാർത്ഥനയിലും ഈ ഹദീസ് കാണാം. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹുമ്മഗ്ഫിർ ലി ഖതീഅതി വജഹ്ലി വഇസ്റാഫി ഫി അംരി വമാ അൻത അഅലമു ബിഹി മിന്നി. اللهم اغفر لي جدي وهزلي وخطئي وعمدي وكل ذلك عندي. اللهم اغفر لي ما قدمت وما أخرت وما أسررت وما أعلنت وما أنت أعلم به مني. أنت المقدم وأنت المؤخر وأنت على كل شيء قدير. من بخاري مسلم مدرج حديث عن ذلك. النبي صلى الله عليه وسلم دعاء ചെയ്യാറുണ്ടായിരുന്നു. اللهم اغفر لي خطيئتي. الله എൻ്റെ അബദ്ധങ്ങൾ നീ എനിക്ക് പുറത്തു തരണമേ. വജഹ്ലി, എൻ്റെ അവിവേകങ്ങൾ നീ പുറത്തു തരണമേ. വഇസ്റാഫി ഫി അംരി, എൻ്റെ കാര്യങ്ങളിൽ എനിക്കുണ്ടായ അതിരുകവിച്ചലുകൾ നീ പുറത്തു തരണമേ. വമാ അൻത അഅലമു ബിഹി മിന്നി, അല്ലാഹുവേ നീ അറിയാവുന്ന, നിനക്ക് എന്നിൽ നിന്ന് അറിയാവുന്ന എൻ്റെ തിന്മകൾ പുറത്തു തരണമേ. അല്ലാഹുമ്മഗ്ഫിർ ലി ജിദ്ദി വഹസ്ലി വഖതഇ വഅംദി. അല്ലാഹുവേ നീ എൻ്റെ ഗൗരവത്തിൽ ഞാൻ ചെയ്ത തിന്മകൾ, അല്ലാഹുമ്മ ഗ്ഫിർ ലി ജിദ്ദി, ഗൗരവത്തിൽ ഞാൻ ചെയ്ത അബദ്ധങ്ങൾ, വഹസ്ലി, തമാശയായി ചെയ്തു പോയത്, അല്ലാഹുമ്മ ഗ്ഫിർ ലി ജിദ്ദി വഹസ്ലി വഖതഇ വഅംദി, ഞാൻ അബദ്ധത്തിൽ ചെയ്തു പോയത്, കരുതി കൂട്ടിയല്ല, വഅംദി, കരുതി കൂട്ടി ചെയ്തു പോയത്, വകുല്ലു ദാലിക ഇൻദി, റബ്ബേ ഇതെല്ലാം ഈ പറഞ്ഞതെല്ലാം എന്നിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട്. اللهم اغفر لي ما قدمت وما أخرت وما أسررت وما أعلنت. റബ്ബേ നീ എനിക്ക് പുറത്തു തരണമേ. മാ ഖദ്ദംതു വമാ അഖർതു. ഖദ്ദംതു എന്നാൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ അഥവാ ചെയ്ത അബദ്ധങ്ങൾ. വമാ അഖർതു എന്നാൽ ഞാൻ ചെയ്യാതെ നീട്ടിവെച്ചത് അഥവാ ഞാൻ ചെയ്യേണ്ടതായിരുന്ന, എൻ്റെ ബാധ്യതയായിരുന്ന, എന്നാൽ ഞാൻ ചെയ്യാതെ നീട്ടിവെച്ച തിന്മകൾ, കാര്യങ്ങൾ, ബാധ്യതകൾ. ഇതാണ് അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംതു വമാ അഖർതു എന്ന് പറഞ്ഞാൽ. അതിന് മറ്റൊരു വിശദീകരണം കൂടി പറയപ്പെട്ടിട്ടുണ്ട്. എന്താണ് അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംതു വമാ അഖർതു എന്ന് പറഞ്ഞാൽ? ഖദ്ദമ എന്നാൽ മുന്നോട്ട് വെച്ചു എന്നാണ് അർത്ഥം. അഖറ എന്നാൽ പിന്നോട്ടേക്ക് വെച്ചു. അതിൻ്റെ ഒരു വിശദീകരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഖദ്ദംതു എന്നാൽ ഞാൻ ചെയ്തു കഴിഞ്ഞത് അഥവാ ചെയ്തു കഴിഞ്ഞ അബദ്ധങ്ങൾ, തിന്മകൾ. അഖർതു എന്നാൽ ഞാൻ ചെയ്യാതെ പിന്നിലേക്ക് വെച്ചത് അഥവാ ചെയ്യൽ എനിക്ക് ബാധ്യതയായിരുന്നു,
പക്ഷെ ഞാൻ അത് ചെയ്തില്ല, വീഴ്ച വരുത്തി. ഇതാണ് ഒരു വിശദീകരണം. മറ്റൊന്ന് ഖദ്ദമ എന്നാൽ ചെയ്തു കഴിഞ്ഞത്. മാ ഖദ്ദംതു, അല്ലാഹുവേ എന്നിൽ നിന്ന് സംഭവിച്ചു പോയ അബദ്ധങ്ങൾ. മാ അഖർതു എന്നാൽ ഞാൻ പിന്നിലേക്ക് വെച്ചത്, അഥവാ ഇനി ഭാവിയിൽ എന്നിൽ നിന്ന് വല്ലതും സംഭവിച്ചാൽ അപ്പോഴും റബ്ബേ നിന്റെ മഗ്ഫിറത്ത് എനിക്ക് വേണം. അതാണ് അതിൻ്റെ മറ്റൊരു വിശദീകരണം. മഗ്ഫിർ ലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അലൻതു. അല്ലാഹുവേ ഞാൻ രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും നീ പുറത്തു തരണമേ. വമാ അൻത അലമു ബിഹി മിന്നി, എന്നിൽ നിന്ന് നിനക്കറിയുന്ന കാര്യങ്ങളെല്ലാം. അഥവാ നമ്മുടെ തിന്മകൾ ചിലത് നമ്മൾ മറന്നിട്ടുണ്ടാകും, എന്നാൽ അള്ളാഹു മറക്കുകയില്ല. ലാ യദുല്ലു റബ്ബി വലാ യൻസ എന്ന് മൂസ അലൈഹിസ്സലാം പറഞ്ഞതായി പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. ലാ യദുല്ലു റബ്ബി വലാ യൻസ, എൻ്റെ റബ്ബിന് തെറ്റിപ്പോവുകയില്ല. വലാ യൻസ, എൻ്റെ റബ്ബിന് മറന്നു പോവുകയുമില്ല. നമ്മൾ മറന്നിട്ടുണ്ടാകും. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് കാണാം, അഹ്സാഹുല്ലാഹു വനസൂഹ്, അള്ളാഹു അത് ക്ലിപ്തപ്പെടുത്തി വെച്ചു. അള്ളാഹു അത് ക്ലിപ്തപ്പെടുത്തി വെച്ചു. വനസൂഹു, അവർ മറന്നു, ചെയ്ത ആളുകൾ മറന്നു, പക്ഷെ റബ്ബ് മറക്കുകയില്ല. അള്ളാഹുവെ നീ അറിയാവുന്ന എൻ്റെ തിന്മകൾ നീ പുറത്തു തരണമേ. അൻതൽ മുഖദ്ദിമു വഅൻതൽ മുഅഖിർ, നീയാണ് മുഖദ്ദിമും മുഅഖിറും. എന്താണ് അതിൻ്റെ അർത്ഥം? ഞാൻ പറയാം. വഅൻത അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹുവെ നീ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. സമാനമായ പദങ്ങൾ ഏത് ദുആയിൽ വന്നിട്ടുണ്ട്? നമ്മൾ മദ്രസകളിലൊക്കെ പഠിച്ചിട്ടുള്ള അത്തഹിയാത്തിൻ്റെ അവസാനത്തിൽ, അത്തഹിയാത്ത് അത് നിസ്കാരത്തിൻ്റെ അവസാനത്തിൽ ചൊല്ലിക്കഴിഞ്ഞാൽ, ഷഹാദത്ത് കഴിഞ്ഞ് സലാത്ത് കഴിഞ്ഞ് പിന്നെ ദുആ അത് സ്വീകരിക്കപ്പെടുന്ന സമയമാണ്. ഫർദ് നിസ്കാരത്തിൻ്റെ അവസാനം ദുആ സ്വീകരിക്കപ്പെടുന്ന സമയം എന്നാൽ അതാണ്, സലാം വീട്ടുന്നതിന് മുമ്പ്. സലാം വീട്ടിയതിന് ശേഷമാണത് എന്നൊരു അഭിപ്രായമുണ്ട്. പക്ഷേ കൂടുതൽ ശരിയായ അഭിപ്രായം അതെപ്പോഴാണ്? ഫർദ് നിസ്കാരത്തിൻ്റെ അതിൻ്റെ അവസാനം, അതിൻ്റെ ദുബുറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ദുആ അല്ലാഹു സ്വീകരിക്കും. അതേതാണ് സമയം? സലാം വീട്ടുന്നതിന് മുമ്പാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല ദുആകളും ആ സമയത്ത് ചൊല്ലാൻ പഠിപ്പിച്ചിട്ടുള്ളത്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ, അത്തഹിയാത്തിൻ്റെ ഹദീസിൽ നമുക്ക് കാണാം ഈ പറഞ്ഞതിന് സമാനമായ പദങ്ങളുള്ള ദുആ. നമ്മൾ പലരും മദ്രസയിൽ അത് പഠിച്ചിട്ടുണ്ടാവും. മഗ്ഫിർ ലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അലൻതു വമാ അസ്റഫ്തു വമാ അൻത അലമു ബിഹി മിന്നി അൻതൽ മുഖദ്ദിം വഅൻതൽ മുഅഖിർ ലാ ഇലാഹ ഇല്ലാ അൻത എന്ന ദുആ. അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണമേ. അല്ലാഹു മഗ്ഫിർ ലി മാ ഖദ്ദംതു വമാ അഖർതു, നേരത്തെ പറഞ്ഞർത്ഥം. അല്ലാഹുവേ ഞാൻ ചെയ്ത തിന്മകൾ, നന്മ ചെയ്യേണ്ടിയിരുന്നിടത്ത് ഞാൻ വീഴ്ച വരുത്തിയത്, അല്ലെങ്കിൽ കഴിഞ്ഞുപോയ തിന്മകളും വരാനിരിക്കുന്നതും. വമാ അസ്റർതു വമാ അലൻതു, ഞാൻ രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും. വമാ അസ്റഫ്തു, ഞാൻ അതിൽ വിട്ട് പ്രവർത്തിച്ചു പോയത്. വമാ അൻത അലമു ബിഹി മിന്നി, എന്നിൽ നിന്ന് നിനക്കറിയാവുന്ന തിന്മകൾ. അൻതൽ മുഖദ്ദിം വഅൻതൽ മുഅഖിർ, അല്ലെങ്കിൽ ഇന്നക അൻതൽ മുഖദ്ദിം വഅൻതൽ മുഅഖിർ ലാ ഇലാഹ ഇല്ലാ അൻത. ഈ ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസുകളിൽ അള്ളാഹുവിൻ്റെ ഈ രണ്ട് പേരുകൾ പറയപ്പെട്ടിട്ടുണ്ട്. എന്താണ് മുഖദ്ദിം മുഅഖിർ എന്ന് പറഞ്ഞാൽ? ഖദ്ദമ എന്നാൽ മുന്നോട്ട് വെക്കുക, കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുക എന്നതിനർത്ഥമുണ്ട്. ചിലതിനേക്കാൾ മുന്നിൽ ചിലതിനെ ആക്കുക, അതിന് ഖദ്ദമ എന്ന് പറയും. അങ്ങനെ ചെയ്യുന്നവനാണ് റബ്ബ്, അവൻ മുഖദ്ദിമാൻ. അതുപോലെ അഖറ എന്നാൽ പിന്നോട്ട് വെക്കുക, അഖറ എന്നാൽ പിന്നോട്ട് വെക്കുക, അല്ലെ? തഅഖീർ എന്ന് പറഞ്ഞാൽ എന്താണ്? നീട്ടിവെക്കുക, വൈകുക. തഅഖറ എന്ന് പറയും. മുഅഖിർ എന്നാൽ പിന്നോട്ട് വെക്കുന്നവൻ. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ മുഖദ്ദിമും മുഅഖിറുമാണ്. എന്താണ് ഈ രണ്ടിൻ്റെ പേരിൻ്റെ പ്രത്യേകത? ഈ രണ്ട് പേരുകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇത് രണ്ടും ഒരുമിച്ചാണ് പറയേണ്ടത്. മനസ്സിലായില്ലേ? ഈ പേരുകൾ ഒരുമിച്ചാണ് പറയേണ്ടത്. അള്ളാഹുവിൻ്റെ ചില പേരുകൾ അങ്ങനെയാണ്. കാരണം അത് ഒരുമിച്ച് പറഞ്ഞാലാണ് പൂർണ്ണത ലഭിക്കുക. അള്ളാഹുവിൻ്റെ പേരുകൾ ഓരോന്നും പരിപൂർണതയുടെ വിശേഷണങ്ങൾ അറിയിക്കുന്നതാണ്. അതിലൊന്നിലും ഒരു ന്യൂനതയും കാണുക സാധ്യമല്ല. മുഖദ്ദിം എന്ന് മാത്രം പറഞ്ഞാൽ അവിടെ കമാൽ ലഭിക്കുന്നില്ല, പരിപൂർണത ലഭിക്കുന്നില്ല.
അതിൻ്റെ കൂടെ എന്ത് പറയണം? മുഅഖിറും കൂടിയാണവൻ. മുഖദ്ദിമാണ്, അതുപോലെ അവൻ മുഅഖിറാൻ. ഏതുപോലെ അള്ളാഹുവിൻ്റെ ഇൻഷാ അള്ളാഹ് ഇത് നമുക്ക് വരാനിരിക്കുന്നുണ്ട്, വിശദീകരിക്കാനുണ്ട് ആ പേരുകൾ. ഖാബിദും ബാസിത്തും. അള്ളാഹു ഖാബിദാണ്, അതുപോലെ ബാസിത്താണ്. ഖാബിദ് എന്നാൽ പിടിച്ചു വെക്കുന്നവനാണ്, ബാസിത്ത് എന്നാൽ വിട്ടയക്കുന്നവനാണ്, വിശാലമായി നൽകുന്നവനാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ ഉദ്ദേശിച്ചവർക്ക് വിശാലമായി നൽകും. ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഉദ്ദേശിച്ചത് അള്ളാഹു നൽകും. ചിലർക്ക് അള്ളാഹു വിശാലമായി നൽകും, ചിലർക്ക് അള്ളാഹു ഇടുക്കി കളയും. അള്ളാഹു ഖാബിദും ബാസിത്തുമാണ്. ഒരുമിച്ചാണ് ആ പേരുകൾ പറയേണ്ടത്. അപ്പോഴാണ് അവിടെ പരിപൂർണമായ അർത്ഥം ലഭിക്കുക. അതുപോലുള്ള പേരുകളാണ് ഈ പേരുകൾ. മുഖദ്ദിമും മുഅഖിറും ഒരുമിച്ചാണ് പറയേണ്ടത്. അൽ മുഖദ്ദിം അൽ മുഅഖിർ, അൽ മുഖദ്ദിം അൽ മുഅഖിർ. അതുപോലെ ചില പണ്ഡിതന്മാർ അവ്വലും ആഖിറും അങ്ങനെ പറഞ്ഞത് കാണാം. അള്ളാഹു അവ്വലാണ്, അതുപോലെ ആഖിറാൻ. അൻതൽ അവ്വൽ ഫലൈസ ഖബ്ലക ശൈ വഅൻതൽ ആഖിർ ഫലൈസ ബഅദക ശൈ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയിൽ കാണാം, അല്ലാഹുവേ നീ ആദ്യമേ ഉള്ളവനാണ്, നിനക്ക് മുമ്പൊന്നുമില്ല. വഅൻതൽ ആഖിർ, നീ അവസാനമുള്ളവനാണ്, അല്ലാഹുവിന് ഒടുക്കമില്ല, നിനക്ക് ശേഷം യാതൊന്നുമില്ല. അതുപോലെ ബാഹിർ അൽ ബാത്തിൻ, അല്ലാഹുവേ നീ സകല സൃഷ്ടികളെക്കാൾ മുകളിലുള്ളവനാണ്, ബാഹിറാൻ. വഅൻത ളാഹിർ ഫലൈസ ഫൗഖക ശൈ, റബ്ബേ നീ ഏറ്റവും മുകളിലുള്ളവനാണ്, നിനക്ക് മുകളിൽ യാതൊന്നുമില്ല. വഅൻതൽ ബാത്തിൻ, റബ്ബേ നീ ഏറ്റവും അടുത്തുള്ളവനാണ്. ഫലൈസ ദൂനക ശൈ, നിന്നെക്കാൾ അടുത്ത് മറ്റൊന്നുമില്ല. അഥവാ അള്ളാഹു അവൻ്റെ അറിവ് കൊണ്ട്, അവൻ്റെ കഴിവ് കൊണ്ട് അവൻ്റെ സൃഷ്ടികളോട് മറ്റെല്ലാത്തിനേക്കാളും അടുത്തുള്ളവനാണ്. ഇതുപോലെ ഈ പേരുകളും ചില പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞത് കാണാം. ഒരുമിച്ച് പറയേണ്ടതാണ് ഇത്. ഇവിടെ നോക്കൂ, അൽ മുഖദ്ദിം അൽ മുഅഖിർ, രണ്ടും ഒരുമിച്ചാണ് അത് പറയേണ്ടത്. അള്ളാഹുവിൻ്റെ അവൻ്റെ പ്രവർത്തനമാണ് തഖ്ദീമും തഅഖീറും. അവൻ മുന്നോട്ട് വെക്കും, അവൻ പിന്നിലേക്കാക്കും. അത് ഈ രണ്ട് പേരുകൾ അള്ളാഹുവിൻ്റെ ഖുദ്റത്തിൻ്റെ, അവൻ്റെ കഴിവിൻ്റെ പരിപൂർണത, അതിൻ്റെ മഹത്വം എത്രയാണ് എന്ന് നമുക്ക് അറിയിച്ചു തരുന്നു. അള്ളാഹു റബ്ബുൽ ആലമീൻ ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അത് നടപ്പിലാകും എന്ന് ഈ പേരുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ അള്ളാഹുവിൻ്റെ പരിപൂർണമായ ഹിക്മത്ത്, അവൻ ഉദ്ദേശിക്കുന്നത് അവൻ മുന്നിലാക്കും, അവൻ ഉദ്ദേശിക്കുന്നത് അവൻ പിന്നോട്ട് വെക്കും. പക്ഷെ അതിൻ്റെ പിന്നിൽ അവൻ്റെ ഹിക്മത്തുണ്ട്. വെറുതെ അല്ല അള്ളാഹു ഒന്നും മുന്നോട്ട് വെക്കുന്നത്, വെറുതെ അല്ല അള്ളാഹു ഒന്നും പിന്നോട്ട് വെക്കുന്നത്. അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിശേഷണങ്ങളാണിത്. അവൻ മുന്നോട്ട് വെക്കും, അവൻ പിന്നോട്ട് വെക്കുമെന്നത്. നോക്കൂ, ചില കാര്യങ്ങൾ അത് നടക്കാൻ ചില കാരണങ്ങൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. രോഗം മാറാൻ മരുന്ന് കഴിക്കണം, വിശപ്പ് മാറാൻ ഭക്ഷണം കഴിക്കണം. ഇത് കാരണവും ആ കാരണത്തിന് ശേഷം അതുകൊണ്ട് സംഭവിക്കുന്ന കാര്യവുമാണ്. ആരാണ് ഇതിനെ മുന്നോട്ടും പിന്നോട്ടും ആക്കിയത്? അള്ളാഹുവാണ്. അവനാണ് മുഖദ്ദിമും അവനാണ് മുഅഖിറും. അതുപോലെ നോക്കൂ, അള്ളാഹുവിൻ്റെ ശറഇൽ, അവൻ്റെ ദീനിൽ അവൻ ചിലതിന് കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നു. അത് സൃഷ്ടികളിൽ, അള്ളാഹുവിൻ്റെ അടിമകളിൽ, നബിമാരിൽ നമുക്ക് കാണാം. മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് അള്ളാഹുവിൻ്റെ നബിമാർ. എന്നാൽ എല്ലാ നബിമാരും ഒരുപോലെയല്ല. നബിമാരിൽ അവരിൽ റസൂലുകൾക്ക് കൂടുതൽ ശ്രേഷ്ഠതയുണ്ട്. എല്ലാ നബിയും റസൂലല്ല, പക്ഷെ എല്ലാ റസൂലുമാണ് നബിയുമാണ്. എന്താണ് നബിയും റസൂലും തമ്മിലുള്ള വ്യത്യാസം? പല അഭിപ്രായ വ്യത്യാസങ്ങൾ അതിലുണ്ട്. എന്നാലും ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തെ പോലുള്ള പണ്ഡിതന്മാർ കൂടുതൽ ശരിയാണെന്ന് പറഞ്ഞിട്ടുള്ളത്, നബി എന്നാൽ ശത്രുക്കളായ, നിഷേധികളായ ഒരു ഖൗമിലേക്ക് നിയോഗിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ ദൂതനല്ല, മറിച്ച് പൊതുവെ അനുകൂലികളായ, ഇസ്ലാമിന് കീഴൊതുങ്ങിയിട്ടുള്ള, അള്ളാഹുവിനെ അനുസരിക്കുന്ന ജനങ്ങൾക്ക്, അവർക്ക് ദീൻ പഠിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ്, അള്ളാഹുവിൻ്റെ വഹീ ലഭിച്ചവരാണ് നബിമാർ. എന്നാൽ റസൂലുകൾ എതിരാളികളായ സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ടവരാണ്. അള്ളാഹുവിൻ്റെ ശരീഅത്തുമായി എതിരാളികളായ ഖൗമിലേക്ക് നിയോഗിക്കപ്പെട്ടവരാണ് റസൂലുകൾ.
അവർ നബിമാരെക്കാൾ കുറവാണ് എണ്ണത്തിൽ. നബിമാർ ധാരാളമുണ്ട്. 100,000 ചുല്ലാനം നബിമാർ വന്നതായി ചില ഹദീസുകൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ റസൂലുകൾ 300 ചുല്ലാനം റസൂലുകളാണെന്ന് ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്. നോക്കൂ എണ്ണത്തിലുള്ള വ്യത്യാസം. റസൂലുകളിൽ ഉലുൽ അസ്മിന് കൂടുതൽ ശ്രേഷ്ഠതയുണ്ട്, 5 നബിമാർക്ക്. അവരിൽ 2 ഖലീലുകൾക്ക് കൂടുതൽ ശ്രേഷ്ഠതയുണ്ട്, ഇബ്രാഹിം നബിക്കും നമ്മുടെ റസൂലിനും അലൈഹിം അസ്സലാത്തു വസ്സലാം. അവരിൽ തന്നെ അള്ളാഹുവിൻ്റെ ഖലീലും കലീമുമായ അവൻ്റെ നബിമാരിൽ അന്തിമനായ നമ്മുടെ റസൂൽ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് അൽ ഹാഷിമി അൽ ഖുറശി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തേക്ക് കൂടുതൽ പ്രത്യേകതയുണ്ട്, ശ്രേഷ്ഠതയുണ്ട്. ആരാണ് ഈ ശ്രേഷ്ഠത നൽകിയത്? അള്ളാഹുവാണ്. വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ മാ കാന ലഹുമുൽ ഖിയറ. നിന്റെ റബ്ബ് സൃഷ്ടിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്യും. സമയങ്ങൾ നോക്കൂ. അള്ളാഹു കൂടുതൽ ശ്രേഷ്ഠത നിശ്ചയിച്ച മാസങ്ങളുണ്ട്, ദിവസങ്ങളുണ്ട്, സമയങ്ങളുണ്ട്. ചില സമയത്തിൽ അള്ളാഹു കൂടുതൽ പ്രത്യേകത നൽകിയിരിക്കുന്നു. ചില അമലുകൾ അത് ചില അമലുകളെക്കാൾ ശ്രേഷ്ഠമാണ്. ആരാണ് ഇതിനെ തഖ്ദീം ചെയ്ത മുഖദ്ദിം? അള്ളാഹുവാണ്. ചിലതിനെ പിന്നോട്ട് വെച്ച മുഅഖിറാനാണ് അള്ളാഹുവാണ്. നോക്കൂ, അള്ളാഹു അവൻ്റെ നബിമാർക്ക് ശ്രേഷ്ഠത നൽകിയതുപോലെ അള്ളാഹു നബിമാരുടെ ശത്രുക്കളെ, ഇസ്ലാമിൻ്റെ ശത്രുക്കളെ പിന്നോട്ടാക്കിയിരിക്കുന്നു. അവരെ പിന്നിലേക്ക്, അവരെ ദുഷ്കീർത്തിയുടെ ആളുകളായി പിന്നിലേക്ക് മാറ്റിയതാരാണ്? റബ്ബ് സുബ്ഹാനഹു വ തആല. അള്ളാഹുവിൻ്റെ നീതിയാണത്. എന്നാൽ ശ്രേഷ്ഠത നൽകിയത് അതാകട്ടെ അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്, റബ്ബിൻ്റെ ഔദാര്യമാണത്. അവൻ നബിമാർക്ക് ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു, അവനെ അനുസരിക്കുന്ന അടിമകൾക്ക് ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു. എന്നാൽ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ സന്മാർഗത്തിനും സൽകീർത്തിക്കുമെന്നും അർഹതയില്ലാത്ത ആളുകൾക്ക് അള്ളാഹു അവരെ പിന്നിലേക്കാക്കിയിരിക്കുന്നു, റബ്ബ് അവരെ പിന്നോട്ടാക്കിയിരിക്കുന്നു. അവർക്ക് യാതൊരു സൽകീർത്തിയുമില്ല. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഓ നബിയെ, താങ്കളോട് ശത്രുത വെച്ചവനാരോ? ഹുവൽ അബ്തർ, അവനാണ് വാല് മുറിഞ്ഞു പോയവൻ, അവനാണ് വാലറ്റവൻ, അഥവാ ഒരു നിലക്കും ഒരു സൽകീർത്തിയുമില്ലാത്തവൻ. നോക്കൂ, അബൂ ലഹബ്. എന്തിനാണ് ആളുകൾ അവൻ്റെ പേര് പറയുന്നത്? വെറുപ്പോടെയല്ലാതെ ആളുകൾ അവരുടെ പേര് സ്മരിക്കുന്നില്ല. അവരെക്കുറിച്ച് മോശമായത് പറയാനേ അവരുടെ പേര് പറയുന്നു, അവരെ പോലെ ആകരുത് എന്ന് പറയാൻ. എന്നാൽ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിതി എന്താണ്? വറഫഅനാ ലക ദിക്റക്. ഓ നബിയെ, താങ്കളുടെ കീർത്തി നാം ഉയർത്തിയിരിക്കുന്നു. എത്ര ഹൃദയങ്ങളാണ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കേട്ടാൽ ആ റസൂലിനോടുള്ള സ്നേഹം കൊണ്ട് നിറയുന്നത്. എത്ര ഹൃദയങ്ങളാണ് ആ റസൂലിനെ ഒന്ന് കണ്ടിരുന്നുവെങ്കിൽ എന്നാഗ്രഹിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ശേഷം ഒരു കൂട്ടർ വരാനുണ്ട്, അവർ ആഗ്രഹിക്കുമെന്ത്? അവരുടെ മക്കളെ, അവരുടെ സമ്പത്തിനെ പകരം കൊടുത്തിട്ട് എന്നെ ഒന്ന് കണ്ടിരുന്നുവെങ്കിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്ന് കാണാൻ, ഒരു കാഴ്ചക്ക് പകരം സമ്പത്തും സന്താനവും പകരം കൊടുത്താലും അത് അധികമാവുകയില്ല. ആരാണ് ഈ ശ്രേഷ്ഠത നൽകിയത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ശ്രേഷ്ഠതയാണ്. അതാ 5 നേരം റബ്ബിൻ്റെ പേര് പറയപ്പെടുമ്പോൾ അതിൻ്റെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയപ്പെടുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുന്നു. ഒരുവൻ മുസ്ലിമാകണമെങ്കിൽ, ഒരുവൻ സ്വർഗാവകാശിയാകണമെങ്കിൽ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ, അവൻ ഈമാനിൻ്റെ അഹ്ലുകാരിൽ പെടണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സാക്ഷ്യം വഹിക്കുന്നതോടൊപ്പം മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണെന്നും സാക്ഷ്യം വഹിക്കണം. അല്ലെങ്കിൽ അവൻ്റെ ഈമാൻ ശരിയല്ല, അവൻ്റെ ഇസ്ലാം ശരിയാവുകയില്ല. ആ നബിയെ കുറിച്ച് പറയുമ്പോൾ നാവുകളത അള്ളാഹുവിനോട് സലാത്ത് ചോദിക്കുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാൻ, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചിരി എങ്ങനെയായിരുന്നു, നബിയുടെ സംസാരം എങ്ങനെയായിരുന്നു, നബിയുടെ മുഖം എങ്ങനെയായിരുന്നു, നബിയുടെ രൂപം എങ്ങനെയായിരുന്നു എന്ന് പഠിക്കാനും അറിയാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടത്തത്തിലും വിരുദ്ധത്തിലും എല്ലാത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മര്യാദകളിൽ നബിയെ പിൻപറ്റാനും ശ്രമിക്കുന്ന കോടാനുകോടി ആളുകൾ എത്ര കാലമായി? അത് ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവുകയും ചെയ്യും. ഇത് അള്ളാഹു നൽകിയ സൽകീർത്തിയും റബ്ബ് നൽകിയ ഉയർച്ചയുമാണ്. വറഫഅനാ ലക ദിക്റക്. ഓ നബിയെ, താങ്കളുടെ കീർത്തി നാം ഉയർത്തിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയപ്പെടാത്തൊരു നിമിഷം ലോകത്തുണ്ടാകുമോ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് എവിടെയെങ്കിലും പരാമർശിക്കപ്പെടാതെ ഒരു നിമിഷം ലോകത്തുണ്ടാകുമോ എന്ന് ചിന്തിച്ചു നോക്കൂ. എവിടെയെങ്കിലും അദാൻ വിളിക്കുന്നുണ്ടാകും, ആളുകൾ നിസ്കരിക്കുന്നുണ്ടാകും, ആളുകൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ടാകും, ആളുകൾ ഇതുപോലെ ദീൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവും, പഠിക്കുന്നുണ്ടാവും, ഹദീസുകൾ പഠിക്കുന്നുണ്ടാകും. അവിടെ എല്ലാം മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേര് വീണ്ടും വീണ്ടും സ്മരിക്കപ്പെടുന്നു. ആ നബിയുടെ വാക്കുകൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണോ അല്ലേ എന്നൊന്ന് സ്ഥിരീകരിച്ചു കിട്ടാൻ മാത്രം വലിയ 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 ഗ്രന്ഥങ്ങൾ ആളുകൾ രചിച്ചിരിക്കുന്നു. വെറുതെ എവിടെയെങ്കിലും ഇരുന്നിട്ട് എഴുതിയതാണോ? എത്ര കഷ്ടപ്പാടുകൾ സഹിച്ചിരിക്കുന്നു. ഇസ്മാ റിജാലിന്റെ കിതാബുകൾ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ശരിയാണോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണോ എന്നൊന്ന് സ്ഥിരപ്പെട്ട് കിട്ടാൻ, അത് പറഞ്ഞ് അത് റിവായത്ത് ചെയ്ത ഓരോരുത്തരെ കീറി മുറിച്ച് പരിശോധിക്കുന്നു. ആള് സത്യസന്ധതയുള്ള ആളാണോ, ആള് നല്ല ഓർമ്മശക്തിയുള്ള ആളാണോ, ആളുകൾക്ക് ഇയാൾക്ക് ഹദീസ് പറയുമ്പോൾ അബദ്ധം പറ്റാറുണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? ഇതൊക്കെ ആരെ കേന്ദ്രീകരിച്ചിരിക്കുന്നു? ഒരൊറ്റ വ്യക്തിയെ, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. വറഫഅനാ ലക ദിക്റക്, അല്ലാഹു സുബ്ഹാനഹു വ തആല കീർത്തി ഉയർത്തിയിരിക്കുന്നു. ഇത് ദുനിയാവിലെ കീർത്തിയാണെങ്കിൽ നാളെ പരലോകത്ത് സർവ്വ മനുഷ്യരും വിചാരണ കാത്തു നിൽക്കവേ വിചാരണക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ എടുക്കുന്നത് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് കൊണ്ടാണ്. അന സയ്യിദു വലദി ആദമ യൗമൽ ഖിയാമത്തി വലാ ഫഖർ, ഞാൻ ഖിയാമത്ത് നാളിൽ ആദം സന്തതികളുടെ നേതാവാണ്. വലാ ഫഖർ, ഫഖർ പറയുകയല്ല, പൊങ്ങച്ചം പറയുകയല്ല. ഞാനാണ് ആദ്യം ഖബർ പൊട്ടിപ്പിളർന്ന് ഖിയാമത്ത് നാളിൽ വരിക. സ്വർഗം ആദ്യമായി തുറക്കപ്പെടുക എനിക്ക് വേണ്ടിയാണ്. സ്വർഗത്തിൽ മലക്ക് ചോദിക്കും, തുറക്കാൻ ആവശ്യപ്പെട്ടാൽ ആരാണ്? മുഹമ്മദ് എന്ന് പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെ, താങ്കൾക്ക് വേണ്ടി തുറക്കാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. താങ്കൾക്ക് മുമ്പ് ഒരാൾക്കും ഇത് തുറന്നു കൊടുക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയാണ് സ്വർഗം തുറക്കപ്പെടുക ആദ്യമായി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് കാലെടുത്തു വെച്ചാലല്ലാതെ ലോകത്ത് സൃഷ്ടികളിൽ ഒരാൾക്കും ഒരു മനുഷ്യനവിടേക്ക് കാലെടുത്തു വെക്കാൻ സാധിക്കുകയില്ല. അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് അതിന് ഭാഗ്യം നൽകുമാറാകട്ടെ. നോക്കൂ, അള്ളാഹു നൽകിയ സൽകീർത്തിയാണിത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എതിരിട്ടവൻ, നബിയുടെ സുന്നത്തിനോട് അസന്തുഷ്ടി പ്രകടിപ്പിച്ചവൻ, അതിനെ വെറുത്തവൻ, അതിനെ പരിഹസിച്ചവൻ, അവന്റെ സ്ഥാനം ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണ്. അതുപോലെ ഖിയാമത്ത് നാളിൽ അവന്റെ സ്ഥാനം നിന്നരിലാണ്. അവൻ പറയും, ഞാൻ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. പരലോകത്ത് ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കാത്തവർ ഓരോരുത്തരും വിലപിക്കുകയും ഖേദിക്കുകയും ചെയ്യും. വലയ്യാദു ബില്ലാഹ്, അള്ളാഹു നൽകിയ സൽകീർത്തിയാണിത്. അപ്പൊ നോക്കൂ, റബ്ബ് നൽകുന്ന തഖ്ദീം, അള്ളാഹു മുന്നോട്ട് വെക്കുക, അള്ളാഹു പിന്നോട്ടാക്കുക, ഇതിലാണ് കാര്യമുള്ളത്. ഇവിടെ നമ്മൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ രണ്ട് ദുആകളിൽ അള്ളാഹുവിൻ്റെ ഈ രണ്ട് പേരുകൾ വന്നിട്ടുണ്ട്, മുഖദ്ദിമും മുഅഖിറും. ആ രണ്ട് ദുആകളുടെ പ്രത്യേകത, നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് ദുആകളുടെ പ്രത്യേകത, ആ ദുആയിൽ കൂടുതലായി ഉള്ളത് ഏത് ചോദ്യമാണ്? എന്താണ് ചോദിക്കുന്നത്? ഇസ്തിഗ്ഫാർ, പാപമോചനം തേടുന്നതാണ്. അല്ലാഹുമ്മ ഗ്ഫിർലി. അവിടെയാണ് അള്ളാഹുവിൻ്റെ ഈ പേരുകൾ പറയുന്നത്, അൻതൽ മുഖദ്ദിം അൻതൽ മുഅഖിർ. പണ്ഡിതന്മാർ പറയുന്നു, അതിൽ സൂചനയുണ്ട്. കാരണം തിന്മകൾ നമ്മെ പിന്നോട്ടടിപ്പിക്കും, തിന്മകൾ നമ്മെ പിന്നോട്ടടിപ്പിക്കും. ബഹുദൂരം മുന്നിലായിരുന്ന ആളുകളെ അത് പിന്നോട്ടടിപ്പിക്കും. അതുകൊണ്ടാണ് നോക്കൂ, സലഫുകൾ, മുൻഗാമികളായ ചിലർ തിന്മ സംഭവിച്ചു പോയാൽ അതോർത്ത് കരയുമായിരുന്നു. എന്നിട്ട് അവർ പറയും, റബ്ബേ, നിന്റെ കാവലിൽ നിന്ന് താഴേക്ക് പതിക്കാൻ ആ ഒരു ദൗർഭാഗ്യം എനിക്ക് വന്നു പോയല്ലോ. കാരണം അള്ളാഹു റബ്ബുൽ ആലമീൻ അവന്റെ തൗഫീഖാണ്. അവൻ തിന്മയിൽ പെടാതെ സംരക്ഷിക്കുക എന്നത് അള്ളാഹുവിന്റെ സംരക്ഷണമാണ്. ആ സംരക്ഷണം ഒരുവന് നഷ്ടപ്പെട്ടു അവൻ തിന്മ ചെയ്താൽ. ആ അള്ളാഹുവിന്റെ കാവലിൽ നിന്നാണ് അവൻ താഴെ പതിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഹസൻ ബസ്രി പറഞ്ഞതുപോലെ, അവർക്ക് അള്ളാഹു യാതൊരു വിലയും നൽകിയില്ല, അതുകൊണ്ടാണ് അവർ അള്ളാഹുവിനെ ധിക്കരിച്ചത്. വലൗ അസ്സു അലൈഹി, അവർക്ക് റബ്ബിന്റെ അരികിൽ വല്ല വിലയും ഉണ്ടായിരുന്നുവെങ്കിൽ ലാസമഹും, അള്ളാഹു അവരെ കാത്തേനെ. സലഫുകൾ അതുകൊണ്ട് തിന്മകൾ ഓർത്ത് കരയുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശമാണ്, വബ്കി അലാ ഖതിഅതിക്, നീ നിന്റെ തിന്മകളെ ഓർത്ത് കരയുക.
ഒരു സഹാബി വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്താണ് രക്ഷാമാർഗം എന്ന് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇംലിക അലൈക ലിസാനക വലിയസഅക ബൈതുക വബ്കി അലാ ഖതിഅതിക. നീ നിന്റെ നാവിനെ കൈപ്പിടിയിൽ ഒതുക്കുക, നിന്റെ വീട് നിനക്ക് വിശാലമായിരിക്കുക, കുഴപ്പങ്ങളിൽ നിന്ന് ഫിത്നകളിൽ നിന്നെല്ലാം സംരക്ഷിക്കപ്പെട്ട് ഒതുങ്ങി നിൽക്കാൻ മാത്രം നിന്റെ വീട് നിനക്ക് വിശാലമായിരിക്കുക. വബ്കി അലാ ഖതിഅതിക, നിന്റെ തിന്മകളെ ഓർത്ത് കരയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്ത 3 കാര്യമാണ്. നാവ് നിയന്ത്രിക്കുക, അതിനെ കൈപ്പിടിയിൽ ഒതുക്കുക, അതുപോലെ നിന്റെ വീട് നിനക്ക് വിശാലമായിരിക്കുക, നിന്റെ തിന്മകൾ ഓർത്ത് കരയുക. ഇപ്പൊ നോക്കൂ, തിന്മകൾ നമ്മെ ബഹുദൂരം പിന്നിലോട്ടടിപ്പിക്കും. എന്നാൽ അള്ളാഹുവിന്റെ മഗ്ഫിറത്ത്, അവന്റെ പാപമോചനം ലഭിച്ചാൽ വീണ്ടും നമ്മുടെ മുന്നിലെത്തും. അൻതൽ മുഖദ്ദിം വഅൻതൽ മുഅഖിർ. ഇവിടെ ഒരു ചർച്ചയുണ്ട്. അതായത് ഒരാൾ ധാരാളം നന്മകൾ ചെയ്ത് ഒരുപാട് സ്ഥാനം മുന്നേറി റബ്ബിലേക്ക് ധാരാളമായി അടുത്തു. അങ്ങനെ ഇരിക്കവേ ഒരു തിന്മ അവനിൽ സംഭവിച്ചുപോയി. അവന്റെ സ്ഥാനം ഇടിഞ്ഞു. അവൻ അള്ളാഹുവിനോട് അടുത്ത അവസ്ഥയിൽ നിന്ന് അകലേക്ക് പോയി. മുകളിലായിരുന്നവൻ താഴേക്ക് പതിച്ചു. അവൻ തൗബ ചെയ്താൽ, ഇസ്തിഗ്ഫാർ നടത്തിയാൽ അവൻ അതേ സ്ഥാനത്ത് തിരിച്ചെത്തുമോ? നേരത്തെ ഉണ്ടായ സ്ഥാനത്ത് തിരിച്ചെത്തുമോ? ഇല്ലേ? ഇങ്ങനെ ഒരു ചർച്ചയുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ. ചിലർ പറഞ്ഞു എത്തുകയില്ല, ചിലർ പറഞ്ഞു അല്ല എത്തിയേക്കാം. എന്നാൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു അത് എത്തുമെന്ന് മാത്രമല്ല, ചിലപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ സ്ഥാനത്തേക്ക് അവൻ്റെ ആത്മാർത്ഥമായ തൗബ കൊണ്ട് റബ്ബിന്റെ മുന്നിൽ അവൻ ഹൃദയം നുറുങ്ങി കരഞ്ഞുകൊണ്ട് പാപമോചനം തേടിയത് കാരണത്താൽ ചിലപ്പോൾ അതിനേക്കാൾ മുന്തിയ സ്ഥാനത്തേക്ക് അവൻ എത്തിയേക്കാം. കാരണം മുഅ്മിനുകളെ അള്ളാഹു പാപങ്ങൾ കൊണ്ട് പരീക്ഷിക്കുന്നതിന് പിന്നിൽ വേറെ ചില ഹിക്മത്തുകളുണ്ട്. കാരണം ചിലപ്പോൾ ചില ആളുകൾ നന്മകളിൽ വല്ലാതെ മുന്നേറിയാൽ അവന് ഉജ്ബ് പിടികൂടാനിടയുണ്ട്. ഉജ്ബ് എന്നാൽ ഒരു സ്വയം താനെന്തോ കേമനാണെന്ന് തോന്നലാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാപങ്ങളെക്കാൾ അപകടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ മുഅ്മിൻ നന്മകളിൽ മുന്നേറിക്കൊണ്ടിരിക്കെ അതാ ഒരു പാപം കൊണ്ട് അവൻ പരീക്ഷിക്കപ്പെടുകയാണ്. ഒരു തിന്മയിൽ അവൻ പെട്ടുപോവുകയാണ്. അവൻ അറിയാതെ അവിവേകത്താൽ പൈശാചിക പ്രേരണ കൊണ്ട് അവൻ പെട്ടുപോവുകയാണ്. അങ്ങനെ പെട്ടാൽ അവന്റെ ഹൃദയം നുറുങ്ങി അവൻ അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങി തൗബ ചെയ്യുന്ന സമയത്ത് അവന് മനസ്സിലാകുമെന്ത്, ഞാനൊന്നുമല്ല, എൻ്റെ ഒരു കഴിവോ സാമർഥ്യമോ ഈ നന്മക്ക് പിന്നിലില്ല. അള്ളാഹുവിന്റെ കാവലില്ലായിരുന്നുവെങ്കിൽ ഞാൻ അധമനായി പോയേനെ. വലൗല ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു മാ സകാ മിൻകും മിൻ അഹദിൻ അബദ. അള്ളാഹുവിന്റെ ഔദാര്യവും കാരുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളിൽ ഒരാളും പരിശുദ്ധി പ്രാപിക്കുമായിരുന്നില്ല. അതവൻ തിരിച്ചറിയും, താൻ ഒന്നുമല്ല എന്നവൻ മനസ്സിലാക്കും. അപ്പോഴുള്ളവന്റെ കണ്ണുനീരും അപ്പോഴുള്ളവന്റെ പാപമോചനത്തിലുള്ള തേട്ടവും ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം. അവന്റെ ഹൃദയം നിറഞ്ഞുള്ള പാപമോചന തേട്ടം തിന്മകൾ ചെയ്യാത്തവന്റെ തസ്ബീഹിനേക്കാൾ ഒരുപക്ഷെ അള്ളാഹുവിങ്കൽ ഉന്നതമായിരിക്കുമെന്ന്. മനസ്സിലായില്ലേ? നന്മകൾ ചെയ്തുകൊണ്ട് തസ്ബീഹും ഹംദും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുവന്റെ സ്വയം താൻ എന്തോ കേമനാണെന്ന് വിചാരിച്ചുകൊണ്ടുള്ള അവന്റെ പ്രവൃത്തിയുടെ, മനസ്സിലായില്ലേ, വെറും തസ്ബീഹും ഹംദും എന്നല്ല, മറിച്ച് നന്മകൾ കുറെ മുന്നേറിയാൽ ഒരു പക്ഷേ മനുഷ്യനെ പിടികൂടാനിടയുള്ള ഒരു തരം ചിന്തയുണ്ടല്ലോ, ഞാനെന്തോ ആയിപ്പോയി എന്ന ചിന്ത. ആ രൂപത്തിലുള്ള ഒരുവന്റെ ദിക്റിനേക്കാൾ പാപം ചെയ്തു പോയല്ലോ, അബദ്ധം സംഭവിച്ചു പോയല്ലോ, അതിനാൽ അള്ളാഹുവിനോടുള്ള ലജ്ജയും അവന്റെ മുന്നിലുള്ള കണ്ണുനീരും റബ്ബിന്റെ മുന്നിൽ ഹൃദയം നിറങ്ങിയുള്ള ഇവന്റെ ഇസ്തിഗ്ഫാറും അള്ളാഹുവിങ്കൽ ആദ്യം പറഞ്ഞ ആളെക്കാൾ മുന്നിലായിരിക്കും എന്ന് പണ്ഡിതന്മാർ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം. ഇത് അള്ളാഹു യഥാർത്ഥത്തിൽ മുഅ്മിനന് ഖൈറാക്കി തീർക്കുന്നു. എന്തിനു വേണ്ടിയാണ്? അവൻ മനസ്സിലാക്കാൻ യഥാർത്ഥത്തിൽ അവന് യാതൊരു ശേഷിയുമില്ല, അള്ളാഹു ഖൈറിലാക്കിയിട്ടില്ലെങ്കിൽ അവൻ ഖൈറിലാവുകയില്ല എന്നവൻ മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് നമ്മുടെ പിതാവ് ആദം അലൈഹിസ്സലാം ആ തിന്മ കൊണ്ട്, ആ പഴം ഭക്ഷിച്ചുകൊണ്ട് പരീക്ഷിക്കപ്പെട്ടത്. പക്ഷെ എന്തു ചെയ്തു? തൗബ ചെയ്തു. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, ആദം അലൈഹിസ്സലാമിനെ റബ്ബ് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ
ശ്രേഷ്ഠമായ രൂപത്തിൽ തിരിച്ചു കയറ്റാൻ വേണ്ടിയാണ് പുറത്താക്കിയത്. മനസ്സിലായില്ലേ? അതിനേക്കാൾ ഭംഗിയേറിയ രൂപത്തിൽ തിരിച്ചു കയറ്റാൻ വേണ്ടിയാണത്. അല്ലാഹു റബ്ബുൽ ആലമീൻ, അവനിൽ നിന്നാണ് എല്ലാ ഖൈറും, യഥാർത്ഥത്തിലെല്ലാം അവനിലേക്കാണ്. വഅന്ന ഇലാ റബ്ബിക്കൽ മുൻതഹ, നിന്റെ റബ്ബിലേക്കാണ് എല്ലാത്തിൻ്റെയും ഒടുക്കം, റബ്ബിലേക്കാണ്. അതുകൊണ്ട് നോക്കൂ നിങ്ങൾ, ആദം അലൈഹിസ്സലാം അതിൽ ആ പഴം ഭക്ഷിച്ചുകൊണ്ട്, അതുകൊണ്ട് ആ അബദ്ധം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടപ്പോൾ അതുവരെ ഇല്ലാത്തൊരു മാനസികാവസ്ഥയിലെത്തുകയാണ്. അള്ളാഹുവിനോട് തേടുകയാണ്, റബ്ബന ളലംന അൻഫുസന വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. അവർ രണ്ടുപേരും പറഞ്ഞു, ഖാല റബ്ബന ളലംന അൻഫുസന, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളോട് തന്നെ അതിക്രമം പ്രവർത്തിച്ചു പോയിരിക്കുന്നു. വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംന, നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ലെങ്കിൽ, നീ ഞങ്ങളോട് കരുണ കാണിച്ചില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ അകപ്പെട്ടു പോകും. അതുകൊണ്ട് തിന്മ, പാപം, ഒരബദ്ധം ഒരാൾക്ക് സംഭവിക്കുക എന്നതല്ല ഏറ്റവും വലിയ അപകടം. ഏറ്റവും വലിയ അപകടം അവൻ അതിൽ തന്നെ തുടർന്നു പോകലാണ്. അതിൽ തന്നെ അവൻ തുടർന്നു പോവുക, അതാണ് ഏറ്റവും വലിയ അപകടം. എന്നാൽ തൗബ ചെയ്യാൻ ഒരാൾക്ക് അവസരം ലഭിച്ചോ, ഫഖദ് ശാബഹ അബാഹ്, പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അവൻ തൻ്റെ പിതാവിനെ അനുകരിച്ചിരിക്കുന്നു. ഒരുവൻ തൻ്റെ പിതാവിനെ പോലെ ആയാൽ അയാളെ പിന്നെ കുറ്റം പറഞ്ഞുകൂടാ. മനസ്സിലായില്ലേ? ആദം അലൈഹിസ്സലാമിൻ്റെ മാതൃക അവൻ പിൻപറ്റിയിരിക്കുന്നു. പിതാവിന് സംഭവിച്ചതാണ് അവനും സംഭവിച്ചത്. അബദ്ധം സംഭവിച്ചു പോയി. അള്ളാഹുവിനോട് പാപമോചനം തേടി റബ്ബിലേക്ക് തിരിഞ്ഞു. അവനതിനെ ന്യായീകരിച്ചില്ല, അള്ളാഹുവിൻ്റെ ഖദർ കൊണ്ട് ന്യായീകരിച്ചില്ല മുഅ്മിനുകൾ. ഇബ്ലീസ് എന്ത് ചെയ്തു? അവനും അള്ളാഹുവിൻ്റെ കൽപ്പനയെ ധിക്കരിച്ചു. പക്ഷെ അവൻ എന്ത് ചെയ്തു? അവൻ പറഞ്ഞു, റബ്ബി ബിമാ ഗവൈതനി, അള്ളാഹുവേ, നീ എന്നെ വഴിതെറ്റിച്ചത് കാരണത്താൽ, നീ എന്നെ വഴിതെറ്റിച്ചു, അത് കാരണത്താൽ ഞാനിതാ ആദമിനെയും സന്തതികളെയും വിടുകയില്ല. ഇനി ഖിയാമത്ത് നാൾ വരെ നീ എനിക്ക് സമയം നീട്ടി തന്നാൽ അതുവരെ ഞാൻ അവരെ പഴപ്പിച്ചുകൊണ്ടേയിരിക്കും. നീ എന്നെ വഴിതെറ്റിച്ചു എന്നാണ് പറഞ്ഞത്. റബ്ബിന്റെ ഖദറിനെ, അവന്റെ തോന്നിവാസത്തിന് അവൻ തെളിവൊടിച്ചു. അതുകൊണ്ടാണ് ഖദർ നിഷേധിക്കുന്ന ഒരു കൂട്ടരാരാണ്? അൽ ഖദരിയ അൽ ഇബ്ലീസിയ എന്ന് പറയും. ഇബ്ലീസിന്റെ കൂട്ടരാണ് അവർ. പണ്ഡിതന്മാർ പറഞ്ഞ പേരാണത്. ഒരു വിഭാഗം അതാണ്, പല വിഭാഗമുണ്ട് അവർ. എന്നാൽ ആദം അലൈഹിസ്സലാമിന്റെ വാക്ക് നോക്കൂ, റബ്ബന ളലംന അൻഫുസന, റബ്ബേ, ഞങ്ങളോട് തിന്മ പ്രവർത്തിച്ചു പോയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇബ്ലീസ് ആകട്ടെ, നീ പഴപ്പിച്ചത് കാരണത്താൽ ഞാൻ ഇനി ആദമിനെയും സന്തതികളെയും വഴിപഴപ്പിക്കുമെന്നാണ് പറഞ്ഞത്. അവൻ ആ തിന്മയുടെ വഴി തെരഞ്ഞെടുത്തു. അള്ളാഹുവിന് സുജൂദ് ചെയ്തിരുന്നവൻ പിന്നെ ഏറ്റവും വൃത്തികെട്ട ജോലി അതാണ് അവൻ ഏറ്റെടുത്തത്. എന്താണത്? ജനങ്ങളെല്ലാ വൃത്തികേടുകൾക്കും, തോന്നിവാസങ്ങൾക്കും, അശ്ലീലതകൾക്കുമൊക്കെ കൈപിടിച്ചു കൂട്ടിക്കൊണ്ടുപോവുക. ആ ജോലി ചെയ്യുന്ന മനുഷ്യരെ നമ്മൾ എത്ര മോശക്കാരായിട്ടാണ് കാണുക. ഒരു വൃത്തികേടിന് രണ്ടാളുകളെ സംഘടിപ്പിച്ചു കൊടുക്കുന്ന ഒരുവനെ അങ്ങേറ്റം വൃത്തികെട്ട പേരുകൊണ്ടാണ് ആളുകൾ വിശേഷിപ്പിക്കുക. അതിൻ്റെ ഏറ്റവും മ്ലേച്ഛമായ ജോലി അതാണ് ആര് ചെയ്യുന്നത്? ഇബ്ലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവനാകട്ടെ ഉന്നതമായ പദവിയിൽ ഉണ്ടായിരുന്നവനായിരുന്നു. അവന് തൗബക്ക് അവസരം ലഭിച്ചില്ല. എന്നാൽ ആദം അലൈഹിസ്സലാമിന് തൗബക്ക് അവസരം ലഭിച്ചു. അപ്പോൾ നോക്കൂ, തിന്മകൾ നമ്മെ പിന്നിലോട്ടാക്കും, നന്മകൾ നമ്മെ മുന്നിലെത്തിക്കും. അള്ളാഹുവാണ് ഒരുവനെ മുന്നിലെത്തിക്കുന്നവൻ. അള്ളാഹുവാണ് ഹൃദയത്തിന് പരിശുദ്ധി നൽകുന്നവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോക്കൂ നിങ്ങൾ, മാ മിൻ ഖൽബിൻ ഇല്ലാ വഹുവ ബൈന ഉസ്ബുഐനി മിൻ അസാബിഇ റബ്ബിൽ ആലമീൻ. ഏതൊരു ഹൃദയവും റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ വിരലുകളിലെ രണ്ട് വിരലുകൾക്കിടയിലാണ്. ഇൻ ശാഅ അൻ യുഖീമഹു അഖാമഹു, അള്ളാഹു ഹൃദയത്തെ നേരെയാക്കാൻ ഉദ്ദേശിച്ചാൽ അവൻ ഹൃദയത്തെ നേരെയാക്കും. വഇൻ ശാഅ അൻ യുസീഗഹു അസാഗഹു, അള്ളാഹു അതിനെ തെറ്റിക്കാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു അതിനെ തെറ്റിക്കും. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഹിദായത്ത് അള്ളാഹു നൽകുക അതിന് യോഗ്യതയുള്ളവർക്കാണ്. അത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്, ഫദ്ലാണ്, ആരുടെയും അവകാശമല്ല. ദലാലത്ത് അള്ളാഹു നൽകുക അതിന് അർഹതപ്പെട്ടവർക്കാണ്. അതുപോലെ അത് അള്ളാഹുവിൻ്റെ നീതിയാണ്. അള്ളാഹു അവരോട് അനീതി ചെയ്തിട്ടില്ല. അത് മനസ്സിലാകാൻ പല കാര്യങ്ങളുണ്ട്. ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർക്കുക. ഒരു കാര്യം, അള്ളാഹു ദലാലത്തിൻ്റെ വക്താക്കളെ എന്തിനു ദലാലത്തിലാക്കി? പല കാരണങ്ങളുണ്ട്. അതിൽ പല കാരണങ്ങളുണ്ട്. അള്ളാഹു അവരോട് അനീതി ചെയ്തിട്ടില്ല. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ അവരുടെ ആ ദലാലത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാകും. അള്ളാഹു പറഞ്ഞില്ലേ, നാളെ പരലോകത്ത് നരകശിക്ഷ അനുഭവിക്കുന്ന കുഫാറുകൾ
വലൗ റുദ്ദൂ ലആദു, അവർ ദുനിയാവിലേക്ക് തിരിച്ചു മടക്കിയാൽ അവർ വീണ്ടും അതിലേക്ക് തന്നെ തിരിച്ചു പോകും. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അബൂലഹബും അബൂജഹലും അതുപോലുള്ള മുശ്രിക്കുകളുമെല്ലാം പരലോകത്തെത്തി, നരകം കണ്ടു, നരകം അനുഭവിച്ചു. എന്നിട്ട് അള്ളാഹു അവരെ എങ്ങാനും ദുനിയാവിലേക്ക് മടങ്ങിയിരുന്നുവെങ്കിൽ അബൂജഹൽ വീണ്ടും അബൂജഹലാണ്, അബൂലഹബ് വീണ്ടും അബൂലഹബാണ്. അതേ കുഫറും നിഷേധവും തന്നെ അവൻ തുടരുമെന്നാണ് അള്ളാഹു പറയുന്നത്. എങ്ങനെയാണ് ഇത്രയും കടുത്ത വഴികേടിന്റെ വക്താക്കൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്തിന് അർഹത ഉണ്ടാവുക, അള്ളാഹുവിന്റെ ഔദാര്യത്തിന് അർഹത ഉണ്ടാവുക? ഒരിക്കലുമില്ല. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ദുആ ചെയ്യുമായിരുന്നു, വകാന യഖൂൽ യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വൽ മീസാനു ബിയദിർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ കയ്യിലാണ് മീസാനുള്ളത്, തുലാസുള്ളത്. യഖ്ഫിദുഹു വയർഫഉ, യുഖ്ഫിദുഹു വയർഫഉ, അല്ലാഹു അത് താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു. അള്ളാഹു ഓരോരുത്തർക്കും യോജിച്ചത് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്നു. അതുകൊണ്ട് ആരെങ്കിലും ഹിദായത്തിലായോ, അള്ളാഹുവാണ് അവനെ സന്മാർഗത്തിലാക്കിയത്. ആരെങ്കിലും ഹിദായത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ, അള്ളാഹു ഉറപ്പിച്ചു നിർത്തിയത് കൊണ്ട് നിൽക്കുന്നതാണ്. ആരെങ്കിലും വഴിതെറ്റിയോ, റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ തിരിച്ചുവിട്ടത് കൊണ്ടാണ്. നമ്മൾ ഓരോരുത്തരും ഓരോ നിമിഷത്തിലും അള്ളാഹു നമ്മെ മുന്നിലേക്കാക്കാൻ, മുന്നേറാൻ ആവശ്യക്കാരാണ്. നമ്മൾ മുന്നേറേണ്ടതുണ്ട്. അള്ളാഹു തഖ്ദീം ചെയ്യുന്ന, ഫദ്ൽ നൽകുന്ന ആളുകളിൽ നമ്മൾ ഉൾപ്പെടേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പിന്നിലോട്ട് പോകും. റബ്ബ് പറഞ്ഞില്ലേ, ലിമൻ ശാഅ മിൻകും അൻ യതഖദ്ദമ ഔ യതഅഖർ. നിങ്ങൾ ആരാണോ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്, ആരാണോ പിന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്, ഓരോരുത്തരും എന്താണോ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും. അള്ളാഹുവിന്റെ ഈ രണ്ട് പേരുകൾ, മുഖദ്ദിമൽ മുഅഖിർ എന്ന പേര് മനസ്സിലാക്കിയാൽ, അതിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ നമുക്ക് ലഭിക്കുന്ന ചില ഫലങ്ങളുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ചില മാറ്റങ്ങളുണ്ട്. ഒന്ന്, അള്ളാഹുവിന്റെ മുന്നിലുള്ള പരിപൂർണമായ അവന്റെ മുന്നിലുള്ള താഴ്മയാണ്. അള്ളാഹു മുന്നോട്ടാക്കിയാലല്ലാതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമല്ല. റബ്ബ് പിന്നോട്ടാക്കാൻ തീരുമാനിച്ചാൽ നമ്മൾ പിന്നോട്ടാണ്. രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിന്റെ കയ്യിലുള്ളതെന്തോ അതിനോടുള്ള ആഗ്രഹം, അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. എല്ലാ ഖൈറും റബ്ബിന്റെ കയ്യിലാണ്, എല്ലാ ഖൈറും റബ്ബിന്റെ കയ്യിലാണ്. ആകാശഭൂമികളിലെ ഖജനാവുകൾ അള്ളാഹുവിന്റെ പക്കലാണ്. അതുപോലെ റബ്ബിനോടുള്ള ഭയം, അത് ഈ പേരുകൾ പഠിച്ചാൽ നമുക്കുണ്ടാകണം. റബ്ബ് മുന്നോട്ടാക്കാൻ ഉദ്ദേശിച്ചാൽ നമ്മൾ മുന്നിലാണ്, അള്ളാഹു പിന്നോട്ടാക്കാൻ ഉദ്ദേശിച്ചാൽ നമ്മൾ പിന്നിലാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശനാവാതിരിക്കുക, അതുപോലെ അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് നിർഭയനാകാതിരിക്കുക. അള്ളാഹുവിന്റെ കാരുണ്യത്തിലുള്ള പ്രതീക്ഷയും അവന്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഭയവും വേണം. അള്ളാഹുവിൽ അഭയം തേടണം, അവനോട് ചോദിക്കണം. അതുപോലെ നന്മയിൽ മുന്നേറാൻ ശ്രമിക്കണം. ഇതൊരു മത്സരമാണ്, ഇത് മത്സരമാണ്. വഫീ ദാലിക ഫലിയതനാഫസിൽ മുതനാഫിസൂൻ. സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞ് അള്ളാഹു പറഞ്ഞില്ലേ, മത്സരിക്കുന്നവർ അതിനു വേണ്ടി മത്സരിക്കട്ടെ. വസാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് നിങ്ങൾ മത്സരിച്ചു മുന്നേറുക. വജന്നത്തിൻ, സ്വർഗത്തിലേക്കും. അർദുഹാ കഅർദിസ് സമാഇ വൽ അർദ്, ആകാശത്തിന്റെയും ഭൂമിയുടെയും വീതി ഉണ്ട് അതിന്. അർദാണ് പറഞ്ഞത്, സ്വർഗത്തിന്റെ അർദാണ്. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, അർദ് വീതി എന്നാൽ നീളത്തേക്കാൾ പൊതുവെ കുറവായിരിക്കുമല്ലോ. അള്ളാഹു സ്വർഗത്തിന്റെ അർദാണ് പറ, അതിന്റെ തൂലെന്തായിരിക്കും, അതിന്റെ അർദ് തന്നെ, വീതി തന്നെ ആകാശങ്ങളുടെയും ഭൂമിയുടേതും ആ വിസ്താരമാണ്. അള്ളാഹുലും അവന്റെ റസൂലുകളിലും വിശ്വസിക്കുന്നവർക്ക് ഒരുക്കി വെക്കപ്പെട്ടതാണ്. ദാലിക ഫദ്ലുല്ലാഹി യുഅ്തീഹി മൻ യശാ വല്ലാഹു ദുൽ ഫദ്ലിൽ അളീം. അത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അത് നൽകുന്നു. അള്ളാഹു മഹത്തായ ഔദാര്യമുടയവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിൽ ചിലർ ഒന്ന് പിന്നോട്ട് പോയപ്പോൾ പറയുകയുണ്ടായി, തഖദ്ദമു, മുന്നോട്ട് വരൂ നിങ്ങൾ, ഫഅതമ്മു ബി, എന്നെ പിൻപറ്റൂ നിങ്ങൾ, വലിയതമ്മ ബികും മൻ ബഅദകും, നിങ്ങൾക്ക് ശേഷമുള്ളവർ നിങ്ങളെ പിൻപറ്റട്ടെ. ലാ യസാലു ഖൗമുൻ യതഅഖറൂന ഹത്താ യുഅഖിറുഹും അല്ലാഹ്, ഒരു ജനത പിന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും, ഒടുവിൽ അള്ളാഹു അവരെ പിന്നോട്ടാക്കി കളയും. നന്മകളിൽ സാധിക്കുന്നത് പോലെ മുന്നേറാൻ ശ്രമിക്കണം, തിന്മകളിൽ നിന്ന്
ബഹുദൂരം പിന്നോട്ട് നിൽക്കാൻ ശ്രദ്ധിക്കണം. ഖബറിൽ മുഅ്മിനോട് പറയപ്പെടുമെന്നാൽ നീ ദുനിയാവിൽ എങ്ങനെയായിരുന്നു? നന്മയിൽ ധൃതിപ്പെട്ട് മുന്നേറുന്നവനായിരുന്നു. അതുപോലെ തിന്മയിൽ നീ വളരെ പതുക്കെയായിരുന്നു. എന്നാൽ നേരെ തിരിച്ചൊരു മുനാഫിഖിനോട്, ഒരു കാഫിറിനോട് പറയപ്പെടുന്ന എന്താണ്? തിന്മയുടെ കാര്യത്തിൽ നീ വളരെ മുന്നിലായിരുന്നു, നന്മയുടെ കാര്യം വന്നാലോ നീ വളരെ പിന്നിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ ബത്തഅ ബിഹി അമലുഹു ലം യുസ്രി ബിഹി നസബുഹു. ആരുടെയെങ്കിലും അമൽ അതവനെ കൊണ്ട് പതുക്കെയാണ് പോകുന്നതെങ്കിൽ അവൻ്റെ നസബ് അവനെ കൊണ്ട് വേഗം പോവുകയില്ല. നസബ് എന്നാൽ കുടുംബ പരമ്പരയാണ്, പാരമ്പര്യമോ അല്ലെങ്കിൽ തറവാടോ ഒന്നും ഒരാളെ മുന്നോട്ടാക്കുകയില്ല. അമൽ കൊണ്ടവൻ പിന്നിലാണെങ്കിൽ, അമലാണ് ഓരോരുത്തരെയും മുന്നിലാക്കുക. ഖബറിൽ കൂട്ടിനുണ്ടാവുക അമലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലതുഭാഗത്ത് നോക്കും അമലാണ് അവൻ കാണുക, ഇടതുഭാഗത്ത് നോക്കും അവൻ്റെ അമലാണ് അവൻ കാണുക, മുന്നിലോട്ട് നോക്കുമ്പോൾ നരകമാണ് അവൻ കാണുക. അതുകൊണ്ട് ഒരു കാരക്കയുടെ ചീള് കൊണ്ടെങ്കിലും അത് ദാനം ചെയ്തിട്ടെങ്കിലും നിങ്ങൾ നരകത്തെ തടുത്തുകൊള്ളുക. അല്ലെങ്കിൽ ഒരു നല്ല വാക്കുകൊണ്ടെങ്കിലും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അപ്പം നോക്കൂ, ഇതെല്ലാം അള്ളാഹുവിൻ്റെ ഈ രണ്ട് പേരുകളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠങ്ങളാണ്. മറ്റൊന്ന്, അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ മുന്നിലേക്കാക്കിയത്, അവൻ വലിയ പ്രാധാന്യം നൽകിയ കാര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം നൽകണം. അതും ഈ പേരുകളിലെ പാഠമാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഏറെ പ്രാധാന്യം കൊടുത്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറയിൽ തവാഫ് കഴിഞ്ഞ് ഹജ്ജിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറയിൽ അതുപോലെ ഹജ്ജിൽ സഫാ മർവയിലേക്ക് ചെല്ലും. ജാബിർ റളിയല്ലാഹു അൻഹു നബിയുടെ ഹജ്ജ് വിവരിച്ച ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഫയിലേക്ക് ചെല്ലുമ്പോൾ പറഞ്ഞു, നബ്ദഉ ബിമാ ബദഅ അല്ലാഹു ബിഹി. അല്ലാഹു തുടങ്ങിയത് കൊണ്ട് നാമും തുടങ്ങുന്നു. എന്താണത്? ഖുർആനിൽ അല്ലാഹു സഫായും മർവായും പരാമർശിച്ചപ്പോൾ ആദ്യം പറഞ്ഞത് സഫയാണ്. ഇന്ന സഫാ വൽ മർവത മിൻ ശആയിരില്ലാഹ്. അല്ലാഹു ആദ്യം പറഞ്ഞത്, അള്ളാഹു ആദ്യം എന്തുകൊണ്ട് തുടങ്ങിയോ അതുകൊണ്ട് നമ്മളും തുടങ്ങുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആനിൽ വുദൂഇന്റെ ആയത്തുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെയാണ് വുദൂ ചെയ്തത്. അള്ളാഹു മുഖമാണ് ആദ്യം പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം മുഖമാണ് കഴുകിയത്, അതായത് കൈക്ക് മുന്നേ. പിന്നെ കൈ പറഞ്ഞു, തല പറഞ്ഞു, കാല്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഈ തർത്തീബ് തെറ്റിച്ചതായി കാണുകയില്ല. അള്ളാഹു മുന്നിലാക്കിയതിനെ മുന്നിലാക്കുന്നതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ ശ്രദ്ധിച്ചിരുന്നു. അതുപോലെ അള്ളാഹു സ്നേഹിച്ചവരെ സ്നേഹിക്കുക, അള്ളാഹു വെറുക്കാൻ പറയുകയും ചെയ്ത കാര്യങ്ങളെ, അങ്ങനെയുള്ള ആളുകളെ, അവരോട് അള്ളാഹുവും റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിലപാട് എന്താണോ, സ്നേഹിക്കാൻ പറഞ്ഞവരെ സ്നേഹിക്കുകയും വെറുക്കാൻ പറഞ്ഞവരെ വെറുക്കുകയും ചെയ്യുക. ഇത് അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ മുന്തിച്ചതിനെ മുന്തിക്കുന്ന, അവൻ പിന്തിച്ചതിനെ പിന്തിക്കുന്ന ആളുകളുടെ സ്വഭാവമാണ്. മനസ്സിലായില്ലേ? അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ്. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സ്നേഹവും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള വെറുപ്പും. നമ്മൾ മുഅ്മിനിന്റെ ഏത് കാര്യവും അള്ളാഹു പഠിപ്പിച്ച മാനദണ്ഡത്തിനനുസരിച്ചാണ്. അവൻ്റെ സ്നേഹവും അവൻ്റെ സ്നേഹമില്ലായ്മയും പോലും. സുബ്ഹാനല്ലാഹ്. കാരണം അള്ളാഹുവാണ് മുഖദ്ദിം, അവനാണ് മുഅഖിർ. ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ട് പേരുകളെ കുറിച്ച് നമുക്ക് വിശദീകരിക്കാനുള്ളത്. അല്ലാഹു തആല ആലം. അള്ളാഹുവിൻ്റെ അസ്മായിൽ, അവൻ്റെ മഹത്തരമായ പേരുകളിൽ ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കുന്നത് അത്തയ്യിബ് എന്ന റബ്ബിൻ്റെ പേരാണ്. അള്ളാഹുവിൻ്റെ പേരുകളിൽ ഒന്നാണ് തയ്യിബ്. അത്തയ്യിബ് എന്താണ്? അത്തയ്യിബിൻ്റെ അർത്ഥം പൊതുവെ ആളുകൾക്കെല്ലാം അറിവുണ്ടാകും. വിശിഷ്ടമായത്, നല്ലത്, മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നുമെല്ലാം മുക്തമായത് എന്നൊക്കെയാണ് തയ്യിബ് എന്ന പദത്തിൻ്റെ അർത്ഥം. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ തയ്യിബാണ്. ഈ പേരും പരിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടതല്ല, എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ ഇത് വന്നിട്ടുണ്ട്. പ്രസിദ്ധമായ ഹദീസാണ്, നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് തന്നെ, ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബാ. അല്ലാഹു തയ്യിബാണ്, അവൻ ഏറ്റവും വിശിഷ്ടനാണ്. ലാ യഖ്ബലു, അവൻ സ്വീകരിക്കുകയില്ല, ഇല്ലാ തയ്യിബാ,
തയ്യിബല്ലാതെ, കലർപ്പില്ലാത്ത, ശുദ്ധമായ, വിശിഷ്ടമായതല്ലാതെ അവൻ സ്വീകരിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്നല്ലാഹ അമറ അൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീൻ. അല്ലാഹു അവന്റെ റസൂലുകളോട് കൽപ്പിച്ച കാര്യമാണ് മുഅ്മിനുകളോട് കൽപ്പിച്ചത്. റസൂലുകളോട് എന്ത് കൽപ്പിച്ചോ അത് മുഅ്മിനുകളോടും കൽപ്പിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ആയത്തുകൾ ഓതി ഖുർആനിൽ. ഒന്ന് റസൂലുകളോട് കൽപ്പനയാണ്, ഒന്ന് മുഅ്മിനുകളോടുള്ള കൽപ്പനയാണ്. എന്താണ് ഒന്ന് സൂറത്തുൽ മുഅ്മിനൂൻ ആയത്താണ്. യാ അയ്യുഹർ റസൂലു കുലൂ മിനത് തയ്യിബാതി വഅമലൂ സാലിഹാ ഇന്നി ബിമാ തഅമലൂന അലീം. യാ അയ്യുഹർ റസൂൽ, ഓ റസൂലുകളെ, ദൂതന്മാരെ, അല്ലാഹുവിന്റെ ദൂതന്മാരെ അല്ലാഹു വിളിക്കുകയാണ്. കുലൂ മിനത് തയ്യിബാത്, നിങ്ങൾ തയ്യിബാത്തിൽ നിന്ന് ഭക്ഷിക്കുക, വിശിഷ്ടമായത് ഭക്ഷിക്കുക. വഅമലൂ സാലിഹാ, സൽക്കർമ്മം പ്രവർത്തിക്കുക. ഇന്നി ബിമാ തഅമലൂന അലീം, ഞാൻ നിങ്ങൾ പ്രവർത്തിക്കുന്നത് ഏറ്റവും നന്നായി അറിയുന്നവനാണ്. ആ ആയത്തിൽ ഒരു പാഠമുണ്ട്. എന്താണത്? നല്ലത് തിന്നുന്നവന് നല്ലത് ചെയ്യാൻ സാധിക്കുമെന്നത്. മനസ്സിലായില്ലേ? അതായത് ഹറാം കലരാത്തത് കഴിക്കാൻ സാധിക്കുന്നവർക്കാണ് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുക. അതേസമയം ഒരുവൻ്റെ സമ്പാദ്യത്തിൽ ഹറാമുണ്ടോ അവൻ്റെ അമൽ നന്നാവുകയില്ല. ഒരു പക്ഷേ കുറച്ചു കാലം നന്നായാൽ പിന്നീട് ദുഷിച്ചേക്കാം, അവൻ്റെ അവസാനം മോശമായേക്കാം. നസ്അലുല്ലാഹൽ ആഫിയ, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സമ്പാദ്യം നന്നാക്കിയാൽ അമൽ നന്നാവും. രാവിലെ ഫജ്റിന് ശേഷം ഓരോ ദിവസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആ എന്താണ്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ തയ്യിബ വഅമലൻ മുതഖബ്ബല. അല്ലാഹുവേ, ഉപകാരപ്രദമായ വിജ്ഞാനം, നല്ല ഉപജീവനം, അതുപോലെ സാലിഹായ അമൽ, മൂന്നും പരസ്പര ബന്ധമുള്ളതാണ്. നിന്റെ ഹലാലായ സമ്പാദ്യം ഏത്, നല്ല അമൽ ഏത് എന്നറിയണമെങ്കിൽ ഇൽമു വേണം, അറിവ് വേണം. ഓരോ ദിവസവും അറിവിന് ആവശ്യക്കാരാണ് നമ്മൾ. അതുപോലെ റിസ്ക്, തയ്യിബായ റിസ്ക്, അത് നമ്മെ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തും. അതേസമയം ഹറാമായ റിസ്ക്കാണോ, ഹറാമിൽ മുളച്ചുണ്ടായത്, ഹറാം കൊണ്ട് കൊഴുത്തത്, ഫന്നാറു ഔലാ ബിഹ്, ഹറാം കൊണ്ട് തടിച്ച തടി, അത് യോജിക്കുക സ്വർഗത്തിനല്ല, നരകത്തിനാണ്. നസ്അലുല്ലാഹൽ ആഫിയ, അല്ലാഹു നമ്മെ കാക്കട്ടെ. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞ ഹദീസിൽ പറയുകയാണ്, വഖാൽ, റസൂലുകളോട് ഈ ഒരു ആയത്തിൽ പറഞ്ഞുവെങ്കിൽ മുഅ്മിനുകളോട് പറഞ്ഞു സൂറത്തുൽ ബഖറയിൽ, യാ അയ്യുഹല്ലദീന ആമനു കുലൂ മിൻ തയ്യിബാതി മാ റസഖ്നാകും. ഓ വിശ്വസിച്ചവരെ, നാം നിങ്ങൾക്ക് നൽകിയ റിസ്ഖിൽ തയ്യിബായതിൽ നിന്ന്, വിശിഷ്ടമായതിൽ നിന്ന് നിങ്ങൾ തിന്നുകൊള്ളുക. നബിമാരോട് കൽപ്പിച്ച അതേ കാര്യം. സുമ്മ ദക്കറ റജുൽ, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ കുറിച്ച് പറഞ്ഞു. എന്താണ് അയാളുടെ പ്രത്യേകത? യുതീലു സഫർ, ദീർഘയാത്ര ചെയ്തു. അശ്അഥ അഗ്ബർ, മുടി ജട പിടിച്ചിട്ടുണ്ട്, പൊടി പുരണ്ടിട്ടുണ്ട് ആള്. യമുദ്ദു യദഹി ലസ്സമാ, ഇരു കൈകൾ ആകാശത്തേക്ക് ഉയർത്തുന്നു. എന്നിട്ട് പറഞ്ഞു, യാ റബ്ബ്, യാ റബ്ബ്, റബ്ബേ, എൻ്റെ റബ്ബേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമത്അമുഹു ഹറാം വമശ്റബുഹു ഹറാം വമൽബസുഹു ഹറാം വഗുദിയ ബിൽ ഹറാം വഅന്നാ യുസ്തജാബു ലിദാലിക് ഫഅന്നാ യുസ്തജാബു ലിദാലിക്. എന്നാൽ അവൻ്റെ ഭക്ഷണം ഹറാമാണ്, അവൻ്റെ പാനീയം ഹറാമാണ്, അവൻ ഉടുത്തത് ഹറാമാണ്, അവൻ ഹറാമിൽ ഊട്ടപ്പെട്ടവനാണ്, ഹറാമിൽ വളർന്നവനാണ്. എങ്ങനെയാണ് അവൻ ഉത്തരം ലഭിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. നോക്കണം, അയാൾ യാത്രക്കാരനാണ്. യാത്രക്കാരൻ്റെ ദുആക്ക് ഉത്തരം ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. യാത്രക്കാരൻ്റെ ദുആക്ക് ഉത്തരമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ജട പിടിച്ചിട്ടുണ്ട്, പൊടി പുരണ്ടിട്ടുണ്ട്. ഒരാൾ ദയനീയ അവസ്ഥയിലാവുക എന്നത് പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാൻ സാധ്യത ഏറ്റുന്ന കാര്യമാണ്. ഇരു കൈകൾ ആകാശത്തേക്ക് ഉയർത്തുന്നുണ്ട്, അതും പ്രാർത്ഥനക്ക് ഉത്തരം സാധ്യത കൂടുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരാമർശിച്ച ഈ വ്യക്തി സാധാരണ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കാൻ സാധ്യതയുള്ള പല കാര്യങ്ങളിൽ അയാളുണ്ടായിട്ടും പ്രാർത്ഥനക്ക് ഉത്തരം അയാൾക്ക് എങ്ങനെ ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഉത്തരം ലഭിക്കാനുള്ള സാധ്യത വളരെ വിദൂരമാണ്. ഉത്തരം ലഭിക്കാനുള്ള സാധ്യത വളരെ വിദൂരമാണെന്നാണ് അതിൻ്റെ അർത്ഥം. ശരിക്കും ശ്രദ്ധിക്കുക, ഈ വിഷയത്തിന് വളരെ ഗൗരവമുണ്ട്. എന്നാൽ ഒരിക്കലും ഒരു കാരണവശാലും അയാൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ല എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മനസ്സിലായില്ലേ? ഒരിക്കലും ഒരു കാരണവശാലും അയാൾക്ക് ഉത്തരമില്ല
എന്നല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പിന്നെന്താണ് പറഞ്ഞത്? ഫഅന്നാ യുസ്തജാബു ലിദാലിക്, അയാൾക്ക് എങ്ങനെ ഉത്തരം ലഭിക്കാനാണ്, അഥവാ വിദൂര സാധ്യതയാണ് അയാൾക്കുള്ളത്. മനസ്സിലായില്ലേ? അത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് പറയുമ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കരുത്, ഹറാമായ സമ്പാദ്യത്തിൻ്റെ അതിൻ്റെ ഗൗരവം കുറച്ച് മനസ്സിലാക്കരുത്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം അത് ദൂരത്തായി പോവുക, അതിൻ്റെ സാധ്യത കുറയുക എത്ര വലിയ അപകടമാണ്. പക്ഷെ അതാണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. കാരണം അള്ളാഹുവിൻ്റെ ദുആക്കുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ അത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. ദുആക്കുള്ള റബ്ബിൻ്റെ ഉത്തരം അത് അത്ഭുതകരമായ കാര്യമാണ്. ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ടുണ്ട്, താങ്കൾ എങ്ങാനും എന്നെ കണ്ടിരുന്നുവെങ്കിൽ. ഫിർഔൻ മരണപ്പെടുന്ന വേള, അവൻ മുങ്ങിക്കൊണ്ടിരിക്കവേ ആ വെള്ളത്തിനടിയിലെ ചെളിയെടുത്ത് ഞാൻ അവൻ്റെ വായിൽ നിറച്ചുകൊണ്ടിരുന്നു. ആരാണ് പറയുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം. കാരണം ഞാൻ പേടിച്ചു, അള്ളാഹുവിൻ്റെ റഹ്മത്ത് എങ്ങാനും ഇവന് കെട്ടിപ്പോകുമെന്ന്. അവസാന കാലത്ത് ഇവനത് കിട്ടരുത് എന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? വെള്ളത്തിനടിയിലെ ചെളിയെടുത്ത് ഞാൻ എൻ്റെ വായിൽ നിറച്ചു എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, താങ്കൾ എന്നെ അന്ന് കണ്ടിരുന്നുവെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തു. കാരണം റബ്ബിൻ്റെ റഹ്മത്ത് എന്ന് പറയുന്നത് അത്ഭുതകരമായ കാര്യമാണ്. കാഫറായി മരിച്ചവന്, മുശ്രിക്കായി മരിച്ചവന് അത് ലഭിക്കുകയില്ല. ഫിർഔൻ അക്കൂട്ടത്തിലാണ്. അങ്ങനെ വിശ്വസിക്കൽ മുസ്ലിം നിർബന്ധമാണ്. ഫിർഔൻ ഈമാനിലാണ് വിശ്വസിച്ചാൽ ഇസ്ലാം എന്ന് പുറത്തു പോകും. മനസ്സിലായില്ല? അങ്ങനെ വിശ്വസിക്കുന്ന സൂഫികളുണ്ട്. ഫിർഔൻ ഈമാനിലായിരുന്നു എന്ന് വിശ്വസിക്കുന്ന സൂഫികളുണ്ട്. ഇവിടുത്തെ സൂഫികളുടെ ഒക്കെ വലിയ നേതാവ്, നമ്മളിവിടുത്തെ പല വിഭാഗങ്ങളും വലിയ നേതാവായി പറയുന്ന ഷെയ്ഖുൽ അക്ബർ എന്ന് വിളിക്കുന്ന അക്ബരി തരീഖത്ത്, ഇയാളുടെ പേര് ഇബ്നു അറബി എന്നു പേരുള്ള സൂഫി നേതാവ്. അയാൾ പറയുന്നത് എന്താണ്? ഫിർഔൻ ഈമാനിലാണ് മരിച്ചത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മനസ്സിലായില്ലേ? ആ ജാതി ആളുകളൊക്കെ നേതാക്കന്മാരായി പൊക്കി നടക്കുന്നവർ നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കിയ യാതൊരു അത്ഭുതമില്ല. വഹാബിയാണ്, ഇസ്ലാമിൽ നിന്ന് കൂട്ടാൻ പറ്റൂല, കമ്മ്യൂണിസ്റ്റുകളെക്കാളും മോശക്കാരാണ് എന്നൊക്കെ പറയുന്നതിൽ യാതൊരു അത്ഭുതമില്ല. കാരണം അവൻ്റെ നേതാവ് ആരാണ്? ഫിർഔൻ മുഅ്മിനാണെന്ന് പറഞ്ഞവനാണ്. പിന്നെ പറയാനില്ലല്ലോ. ഫിർഔനിനെ ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മളോട് വെറുപ്പുണ്ടായില്ലെങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാണ്ട്? ഫിർഔനോട് മഹബത്തുള്ളവന് നമ്മളോട് മഹബത്തുണ്ടായി നമുക്കെന്തോ കുഴപ്പമുണ്ട്? അവൻ നമ്മളോട് വെറുപ്പുണ്ടായേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ സ്വയം പരിശോധിക്കേണ്ടി വരും. അപ്പം നോക്കൂ, ഫിർഔൻ അവൻ്റെ മരണവേളയിൽ ഇത് സംഭവിച്ചു എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ടുണ്ട്. നോക്കണം, ഈ ഹദീസിലുള്ള പാഠമാണ്. അള്ളാഹു തയ്യിബാണ്, തയ്യിബേ അവൻ സ്വീകരിക്കുകയുള്ളൂ. തയ്യിബായതാണോ വിശിഷ്ടമായതാണോ വളരെ ചെറിയൊരു സദഖയാണോ അള്ളാഹു സ്വീകരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കാരക്ക അതൊരാൾ ദാനം ചെയ്യുകയാണ് നല്ല സമ്പാദ്യത്തിൽ നിന്ന് അള്ളാഹുവിന് വേണ്ടി. ഫഇന്ന അല്ലാഹ യതഖബ്ബലുഹാ ബിയമീനിഹി, റബ്ബ് അവൻ്റെ വലത് കൈയിൽ അത് സ്വീകരിക്കും, എന്നിട്ട് അതിനെ വലുതാക്കും. ഉഹദ് മലയോളം അത് വലുതായിത്തീരും. ചെറിയൊരു ദാനമായിരിക്കും അവൻ കൊടുത്തത്, പക്ഷെ നല്ല സമ്പാദ്യത്തിൽ നിന്ന് കൊടുത്തതാണ്. അതുകൊണ്ട് പണമില്ലേ, പ്രയാസത്തിലാണോ, പൈസ കൊടുക്കാൻ പിശുക്ക് തോന്നുന്നുണ്ടോ? സ്വാഭാവികമാണ്, മനുഷ്യ പ്രകൃതമാണ്. എങ്കിലെന്ത് ചെയ്യുക? ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത, മനസ്സിനൊരു പ്രയാസം തോന്നാത്ത ചെറുതുണ്ടല്ലോ, അതെങ്കിലും കൊടുത്തേക്കുക. അള്ളാഹുവിന് വേണ്ടി നല്ല നിയ്യത്താക്കുക, നിയ്യത്ത് നന്നാക്കുക. അതുപോലെ നിസാരമാണെങ്കിലും കൊടുത്തേക്കുക അള്ളാഹുവിന് വേണ്ടി. അള്ളാഹു സ്വീകരിക്കും. നല്ല സമ്പാദ്യമാണ് എങ്കിൽ. നോക്കൂ, എന്താണ് അള്ളാഹുവിൻ്റെ ഈ പേരിൻ്റെ അർത്ഥം? തയ്യിബ് എന്നാൽ എന്താണ്? അതായത് മുഖദ്ദസുൻ അനിൽ ഉയൂബ് വന്നഖായിസ്, എല്ലാവിധ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനാണവൻ. കാരണം തയ്യിബ് എന്ന വാക്ക് അതിൻ്റെ അസ്ൽ എന്താണ്? തഹാറത്താണ്, പരിശുദ്ധിയാണ്. എല്ലാവിധ ഖുബ്സിൽ, വൃത്തികേടുകളിൽ നിന്നുമുള്ള സുരക്ഷയാണ് തയ്യിബ് എന്ന പദത്തിൻ്റെ അർത്ഥം. അള്ളാഹു ഒരു ന്യൂനതയും ഇല്ലാത്തവനാണ്. അവൻ്റെ പ്രവർത്തനങ്ങളും അങ്ങനെയാണ്, അവൻ്റെ വിശേഷണങ്ങളും അങ്ങനെയാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? തഹിയാത്തു ലില്ലാഹ് വസ്സലവാതു വത്തയ്യിബാത്ത് എന്ന് പറയുന്നത്. തഹിയാത്തിൻ്റെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച രൂപമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പലരും മദ്രസയിൽ പഠിച്ച വേറെ രൂപം ഉണ്ടാവും. തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ് ഹദീസിൽ വന്ന രൂപമാണ്, ആശങ്കപ്പെടേണ്ടതില്ല. അതും ഹദീസിൽ വന്ന രൂപം തന്നെയാണ്. പല രൂപത്തിൽ തഹിയാത്ത് വന്നിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ റിവായത്തിൽ വന്ന രൂപം അതാണ് ഏറ്റവും പ്രശസ്തവും ഏറ്റവും ശ്രേഷ്ഠവുമെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. തഹിയാത്തു ലില്ലാഹ് വസ്സലവാത്തു വത്തയ്യിബാത്ത് എന്നതാണ് അതിൻ്റെ തുടക്കം.
അവിടെ നോക്കൂ, അള്ളാഹുവിനോട് നമ്മൾ എന്ത് പറയുന്നു? അള്ളാഹു നിനക്കുള്ളതാണെന്ത്? അള്ളാഹുവിനുള്ളതാണെന്ത്? അത്തയ്യിബാത്ത്, ഏറ്റവും വിശിഷ്ടമായത്. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം നോക്കൂ, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, ഞാൻ അതിൻ്റെ ആശയം മാത്രം പറയാം. അഥവാ എല്ലാ നല്ല വാക്കുകളും പ്രവർത്തനങ്ങളും വിശേഷണങ്ങളും പേരുകളും അള്ളാഹുവിൻ്റേത് മാത്രമാണ്. ഫഹുവ തയ്യിബ്, അവൻ ഏറ്റവും വിശിഷ്ടനാണ്. വഫഅലുഹു തയ്യിബ, അവൻ്റെ വിശേഷണങ്ങൾ വിശിഷ്ടമാണ്. വസിഫാതുഹു അത്യബു ഷൈ, അവൻ്റെ വിശേഷണങ്ങൾ ഏറ്റവും വിശിഷ്ടമാണ്. വസ്മാഉഹു അത്യബുൽ അസ്മാ, അവൻ്റെ പേരുകൾ ഏറ്റവും വിശിഷ്ടമായ പേരുകളാണ്. വസ്മുഹു തയ്യിബ്, അവൻ്റെ തയ്യിബ് എന്ന പേര് നോക്കൂ, ലാ യസ്ദുറു അൻഹു ഇല്ലാ തയ്യിബ്, അവനിൽ നിന്ന് നല്ലതല്ലാതെ വരികയില്ല. വലാ യസ്അദു ഇല്ലാ തയ്യിബ്, അവനിലേക്ക് നല്ലതല്ലാതെ കയറി പോവുകയില്ല. വലാ യഖ്റുബു മിൻഹു ഇല്ലാ തയ്യിബ്, നല്ലതല്ലാതെ അവനിലേക്ക് അടുക്കുകയില്ല. റബ്ബിന്റെ അടുപ്പം ആർക്കേ കിട്ടൂ? നല്ലതിനെ കിട്ടുള്ളൂ. കലിമുഹു തയ്യിബ്, അവന്റെ വാക്കുകൾ തയ്യിബാണ്, ഏറ്റവും നല്ലതാണ്. വഇലൈഹി യസ്അദുൽ കലിമു തയ്യിബ്, അവനിലേക്കാണ് നല്ല വാക്കുകൾ കയറി പോകുന്നത്. വഫിഅലുഹു തയ്യിബ്, അവന്റെ പ്രവർത്തനം വിശിഷ്ടമാണ്. വൽ അമലു തയ്യിബു യഅറുജു ഇലൈഹി, നല്ല പ്രവർത്തനം അവനിലേക്ക് കയറി പോകുന്നു. ഫത്തയ്യിബാതു കുല്ലുഹാ ലഹ്, വിശിഷ്ടമായത് മുഴുവൻ യഥാർത്ഥത്തിൽ അവൻ്റെതാണ്, അത് അവനിലേക്ക് ചേർത്തി പറയപ്പെട്ടതാണ്, അവനിൽ നിന്നുള്ളതാണ്, അവനിലാണത് ചെന്നെത്തുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബ. എന്നിട്ട് ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞ മനോഹരമായൊരു വാക്കുണ്ട്. എന്താണത്? അദ്ദേഹം പറഞ്ഞത് കാണാം, മാ താബ ശൈഉൻ ഖത്തു ഇല്ലാ ബിതീബതിഹി സുബ്ഹാനഹു, എന്തൊരു വസ്തു നന്നായിട്ടുണ്ടോ വിശിഷ്ടമായിട്ടുണ്ടോ അള്ളാഹു നന്നാക്കിയതാണ്. മനസ്സിലായില്ലേ? റബ്ബ് സുബ്ഹാനഹു വതആല അവൻ്റെ വൈശിഷ്ട്യം കൊണ്ട്, അവൻ്റെ നന്മ കൊണ്ട്, അതിൻ്റെ ഫലമാണ് യഥാർത്ഥത്തിൽ അത്. അതുപോലെ നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വതആലയുടെ അരികിലെത്തുക തയ്യിബുകൾ മാത്രമാണ്. സ്വർഗവാസികളുടെ പ്രത്യേകത എന്താണ്? സ്വർഗക്കാർ ആരാണവർ? സുബ്ഹാനല്ലാഹ്, സ്വർഗവാസികളുടെ വലിയൊരു പ്രത്യേകത എന്താണ്? അവർ അള്ളാഹുവിൻ്റെ അരികിലാണ്, അള്ളാഹു അവർക്കരികിലാണ്. ഇന്നൽ മുത്തഖീന ഫി ജന്നാതി വനഹർ ഫി മഖഅദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ, അള്ളാഹുവിനെ സൂക്ഷിച്ചവർ സ്വർഗത്തോപ്പുകളിലാണ്, അരുവികളിലാണ്. ഫി മഖഅദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ, അള്ളാഹുവിൻ്റെ അരികിലാണവർ, അള്ളാഹുവിൻ്റെ അരികിലാണവർ. അപ്പോൾ അതുകൊണ്ടാണ് നോക്കൂ, ആസിയ റളിയല്ലാഹു അൻഹ, ഫിറഔനിന്റെ ഭാര്യയായിരുന്ന മുഅ്മിനത്തായിരുന്നവർ എന്താണ് അള്ളാഹുവിനോട് തേടിയത്? റബ്ബിബ്നി ഇൻദക ബൈതൻ ഫിൽ ജന്ന, അള്ളാഹുവേ നിന്റെ അരികിൽ സ്വർഗത്തിൽ നീ എനിക്കൊരു ഭവനം പണിയണമേ. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, അവർ ആദ്യം ഭവനം ചോദിക്കുന്നതിന് മുമ്പ് ഭവനത്തിന്റെ അരികിലുള്ളവനെയാണ് ചോദിച്ചത്, അവന്റെ സാമീപ്യമാണ് ചോദിച്ചത്. റബ്ബിബ്നി ബൈതൻ ഫിൽ ജന്ന എന്നല്ല, റബ്ബി ഇൻദക ബൈതൻ, അള്ളാഹു നിന്റെ അരികിൽ നീ എനിക്ക് പണിയണമേ, നിന്റെ അരികിൽ സ്വർഗത്തിലൊരു ഭവനം. അള്ളാഹുവിൻ്റെ സാമീപ്യമാണ് അവർ ആദ്യം ചോദിച്ചത്. അത് ഏറ്റവും നല്ലവർക്കല്ലാതെ ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് സ്വർഗവാസികളോട് പറയുന്നത്, സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലുഹാ ഖാലിദീൻ, നിങ്ങൾക്ക് സലാം, തിബ്തും നിങ്ങൾ ഏറ്റവും വിശിഷ്ടരായിരുന്നു, ഫദ്ഖുലുഹാ ഖാലിദീൻ നിങ്ങൾ പരിശുദ്ധരായി കയറിക്കൊള്ളുക. അതുകൊണ്ട് മുഅ്മിനുകളെ, സഹോദരങ്ങളെ, നമുക്ക് എന്ത് യോജിക്കുകയില്ല? ഖുബ്സ് യോജിക്കുകയില്ല, വൃത്തിയോടെ നമുക്ക് യോജിക്കുകയില്ല. വൃത്തികെട്ട വാക്ക്, അശ്ലീലം, തെറി നമുക്ക് യോജിക്കുകയില്ല. സ്വർഗം ആഗ്രഹിക്കുന്നുണ്ടോ? നമുക്കത് യോജിക്കുകയില്ല. വൃത്തിയോടെ നമുക്ക് യോജിക്കുക. വൃത്തികെട്ട പ്രവർത്തനങ്ങൾ, അശ്ലീലം, അത് കണ്ണുകൊണ്ട് നോക്കുക, ഹറാമിലേക്ക് നോക്കുക, അന്യ സ്ത്രീകളെ നോക്കുക, വൃത്തികേടുകൾ, തൊടാൻ പാടില്ലാത്ത കൈകൊണ്ട് തൊടുക, കേൾക്കാൻ പാടില്ലാത്ത കേൾക്കുക, ഹബീത്തുകൾ കേൾക്കുക, നമുക്ക് യോജിക്കില്ല. കാരണം നമുക്ക് ഇവിടെ പോകാനുള്ളതാണ്, സ്വർഗത്തിൽ പോകാനുള്ളതാണ്. അവിടെ മ്ലേച്ഛതയും കൊണ്ട് കയറാൻ സാധിക്കുകയില്ല. മുഅ്മിനുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞു നോക്കൂ നിങ്ങൾ, സ്വർഗവാസികളെ കുറിച്ച്, വഹുദൂ ഇലാ തയ്യിബി മിനൽ ഖൗലി വഹുദൂ ഇലാ സിറാത്തിൽ ഹമീദ്, വഹുദൂ ഇലാ തയ്യിബി മിനൽ ഖൗൽ, തയ്യിബായ ഖൗല് പറയാൻ അവർക്ക് ഹിദായത്ത് ലഭിച്ചു, നല്ല വാക്ക് പറയാൻ അവർക്ക് തൗഫീഖ് കിട്ടി. വഹുദൂ ഇലാ സിറാത്തിൽ ഹമീദ്, ഏറ്റവും സുത്യർഹനായ അള്ളാഹുവിൻ്റെ പാതയിലേക്ക് അവർക്ക് എത്തിച്ചേരാനുള്ള തൗഫീഖ് അവർക്ക് ലഭിച്ചു. ഈ തയ്യിബും
വിശിഷ്ടമായതും മ്ലേച്ഛമായതും ഒരിക്കലും യോജിക്കുകയില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഖുൽ ലാ യസ്തവിൽ ഖബീസ് വത്തയ്യിബ് വലൗ അഅജബക കസറത്തുൽ ഖബീസ്. പറയുക നബിയെ, തയ്യിബും ഖബീസ് ഒരിക്കലും ഒരുപോലെ ആവുകയില്ല. വലൗ അഅജബക കസറത്തുൽ ഖബീസ്. ഖബീസ് വൃത്തികേട് അതെത്ര അതിൻ്റെ ആധിക്യം നിന്നെ അത്ഭുതപ്പെടുത്തിയാലും, വൃത്തികേട് ധാരാളമുണ്ട്, തോന്നിവാസികൾ എത്രയോ ഉണ്ട് എന്നതുകൊണ്ട് ഒരിക്കലും തോന്നിവാസവും നല്ലതും തയ്യിബും ഖബീസും ഒരിക്കലും ഒരുപോലെ ആവുകയില്ല. ഖുൽ ലാ യസ്തവിൽ ഖബീസ് വത്തയ്യിബ് വലൗ അഅജബക കസറത്തുൽ ഖബീസ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് കാണാം. ഇസ്ലാം നോക്കൂ നിങ്ങൾ, അതിൻ്റെ വിശ്വാസം തയ്യിബാണ്. ഏറ്റവും വിശിഷ്ടമായ ശുദ്ധമായ വിശ്വാസമാണ് നമ്മുടെ വിശ്വാസം. തൗഹീദിൻ്റെ വിശ്വാസം, കറകളഞ്ഞ വിശ്വാസം, ശിർക്കില്ലാത്ത വിശ്വാസം, അന്ധവിശ്വാസങ്ങളില്ലാത്ത വിശ്വാസമാണ് നമ്മുടേത്. നമുക്ക് ഒരു സൃഷ്ടിയുടെ മുന്നിൽ പോയി കുമ്പസരിക്കേണ്ടതില്ല. നമുക്ക് വിവാഹത്തിനോ മറ്റോ ശകുനമോ അതുപോലെ എന്തെങ്കിലും ജാതകമോ മറ്റെന്തെങ്കിലുമോ നോക്കേണ്ടതില്ല. ജ്യോത്സ്യന്മാരുടെ മുന്നിൽ പോയി തലകുനിച്ചിരിക്കേണ്ടതില്ല. ഒരു മൂങ്ങ ഒച്ചയിട്ടതുകൊണ്ടോ ഒരു പല്ല് ചിലച്ചതുകൊണ്ടോ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് നമുക്ക് വിശ്വാസമില്ല. ഒരു പൂച്ച കൂർഗ ചാടിയതുകൊണ്ട് നമ്മുടെ യാത്ര മുടങ്ങുന്നില്ല. നോക്കൂ, എത്ര ഉന്നതമായ വിശ്വാസമാണ്, എത്ര ഉന്നത, എത്ര ഇസ്സത്തുള്ള പ്രതാപമുള്ള വിശ്വാസമാണ്, എത്രമാത്രം ഉയർച്ച നൽകുന്ന വിശ്വാസമാണ്, ഉന്നതമായ വിശ്വാസമാണ്. എല്ലാവിധ അടിമത്തങ്ങളിൽ നിന്നും അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ രക്ഷിച്ചിരിക്കുന്നു. ഏതെങ്കിലും ഒരു നേതാവിൻ്റെ മുന്നിൽ അയാൾ പറയുന്നത് എന്തും വിഴുങ്ങാൻ, അയാൾ എന്ത് തോന്നിവാസം ചെയ്താൽ അത് ന്യായീകരിക്കാൻ, അത് സിന്ദാബാദ് വിളിക്കാൻ അൽഹംദുലില്ലാഹ് അല്ലാഹു നമ്മെ ഏൽപ്പിച്ചിട്ടില്ല. നമ്മുടെ മുന്നിൽ ജനങ്ങളെ അളക്കാൻ എന്താണുള്ളത്? കിതാബും സുന്നത്തുമാണ്. ആളുകളെ കൊണ്ട് കിതാബും സുന്നത്തും അളന്നുകൂടാ, മറിച്ച് കിതാബും സുന്നത്തും കൊണ്ടാണ് ആളുകളെ അളക്കേണ്ടത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നിരുപാധികം അനുസരിക്കാൻ നമ്മൾ ബാധ്യതപ്പെട്ടത് അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും സല്ലല്ലാഹു അലൈഹി വസല്ലം ആചാരമാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നീ അനുസരിച്ചുകൊണ്ട് നാളെ പരലോകത്ത് നീ ചെന്നാൽ മറ്റൊരാളെ അനുസരിക്കാത്തതിൻ്റെ പേരിൽ അള്ളാഹു നിന്നെ ശിക്ഷിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ അനുസരിച്ചിട്ടുണ്ടോ ഏത് വിഷയത്തിലും, എങ്കിൽ വേറൊരാളനുസരിക്കാത്തതിൻ്റെ പേരിൽ അള്ളാഹു നിന്നെ ശിക്ഷിക്കുകയില്ല. നീ നിന്റെ മാതാപിതാക്കളെ അനുസരിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കണം, അത് വേറെ കാര്യം. അത് നബിയോടുള്ള അനുസരണയിൽ വരുന്നതാണ്, അതിന് പുറത്തുള്ള കാര്യമല്ല. അതുപോലെ നോക്കൂ, സ്വർഗത്തിൽ നമ്മൾ പ്രവേശിക്കണമെങ്കിൽ ശുദ്ധിയായിട്ട് മാത്രമേ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഒന്നുകിൽ ദുനിയാവിലെ പരീക്ഷണങ്ങൾ കൊണ്ട് ശുദ്ധീകരിക്കപ്പെടും പാപങ്ങളിൽ നിന്ന്. അതിൽ ശുദ്ധിയായില്ലേ നരകം കൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ടിട്ട് മാത്രമേ മുസ്ലിമീങ്ങൾ പോലും സ്വർഗത്തിൽ കടക്കുകയുള്ളൂ. പാപികളാണ് എങ്കിൽ, അള്ളാഹു ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ, നസ്അലുല്ലാഹൽ ആഫിയ, അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്നാൽ ശിർക്കിൻ്റെ കുഫറിൻ്റെ മാലിന്യവുമായിട്ടാണ് ഒരുവൻ മരിച്ചത് എങ്കിൽ നഊദു ബില്ലാഹ്, നരകം അവനെ ശുദ്ധീകരിക്കുകയില്ല. എത്ര കാലം നരകത്തിൽ കിടന്നാലും അവൻ ശുദ്ധിയാവുകയില്ല. ഏതുപോലെ ചില നജസുകൾ അങ്ങനെയാണല്ലോ, എന്താവുകയില്ല, അത് നമുക്ക് വസ്ത്രത്തിൽ നജസായ നമുക്ക് കഴുകി വൃത്തിയാക്കാം. അതേസമയം അസ്ലൻ നജസുള്ള ചില സംഗതികളുണ്ട്, അസ്ലൻ നജസുള്ള ചില സംഗതികളുണ്ട്. ചില ജന്തുക്കൾ അങ്ങനെയാണല്ലോ, എത്ര കഴുകിയാലും അത് ശുദ്ധിയാകുമോ? ഇല്ല, ആ നജസ് നീങ്ങുകയില്ല. അസ്ലൻ അത് നജസാണ്. ഇതുപോലെയാണ് ശിർക്കിൻ്റെയും കുഫറിൻ്റെയും മാലിന്യം. അങ്ങനെയാണ്, നരകം അതിനെ ശുദ്ധീകരിക്കുകയില്ല, കാലാകാലം അവിടെ കിടക്കേണ്ടി വരും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇത് വിശദീകരിച്ച് പറഞ്ഞത് കാണാം. അള്ളാഹുവിൻ്റെ ഹിക്മത്ത് അത് നമ്മൾ വിസ്മയിച്ചു പോകുന്ന ഹിക്മത്താണ്. അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ നിശ്ചയിച്ചിട്ടുള്ളത്. നസ്അലുല്ലാഹൽ ആഫിയ. അള്ളാഹു തൗഹീദിൻ്റെ പരിശുദ്ധിയുമായി ഈ ലോകത്തോട് വിട പറയാൻ, തയ്യിബുകളായി തയ്യിബായ വാക്ക് പറയാൻ, തയ്യിബായ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കാൻ, തയ്യിബുകളായ ആളുകളുടെ ഭവനമായ സ്വർഗത്തിൽ പ്രവേശിക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار.
اللهم ادخلنا الجنة. اللهم إنا نسألك الجنة. اللهم إنا نسألك الجنة. وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.